മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശലോകത്ത് ഓരോ ചവിട്ടടിയിലും മലക്കുകളാണ്. അവ എത്ര മലക്കുകളാണ്? കോടാനുകോടി മലക്കുകളാണ്. ഈ മലക്കുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റൂല. അള്ളാഹുവിന്റെ സൈന്യമാകുന്ന മലായിക്കത്തുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. കോടാനു കോടി മലായിക്കത്തുകളാണ് ആകാശ ലോകത്ത് തന്നെ വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ചവിട്ടടിയിലും മലക്കുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കോടിക്കണക്കിന് മലക്കുകൾ മുഴുവനും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് മുഴുവനും പ്രകാശം പൊഴിക്കുന്നതായി ഈ പള്ളികൾ മാറുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ആ പള്ളി വെറുതെ ഇങ്ങനെ മിനാരം കത്തിച്ചു വെച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടാൽ മാത്രം പോരാ. പിന്നെയോ, നേരത്തെ നമ്മുടെ ഉസ്താദ് അവர்கள் സൂചിപ്പിച്ചതുപോലെ, പള്ളിയിൽ വെച്ച് അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ, പള്ളി നിസ്കാരം കൊണ്ടും ഖുർആനോത്ത് കൊണ്ടും ദിക്ർ കൊണ്ടും ഔറാദ് കൊണ്ടും ഒക്കെ ധന്യമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴേ പള്ളി പരിപൂർണമായി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുമ്പോഴാണ് പള്ളി പള്ളിയായി മാറുന്നത്. അതാരെ ശ്രദ്ധിക്കേണ്ടത്? പുരുഷന്മാരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ ബുയൂതിൻ അദിന അല്ലാഹ് അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദൂവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്ത് വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഫീ ബുയൂതിൻ അദിനല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനമാകുന്ന അവന്റെ പള്ളികളിൽ അല്ലാഹു അനുവാദം നൽകിയിട്ടുണ്ട്. അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുവാനും പരിശുദ്ധമായ ഖുർആൻ ഓതുവാനും നിസ്കാരം കൊണ്ട് ജോലിയാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിരിക്കുന്നു. ആർക്കാണ് അല്ലാഹു അനുവാദം നൽകിയത്? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്ത് വഈതാഇസ് സകാത്ത്. പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ കൊണ്ടും ഖുർആൻ ഓതുകൊണ്ടും ദിക്റുകൾ കൊണ്ടും ഔറാദുകൾ കൊണ്ടും നിസ്കാരങ്ങളെ ധന്യമാക്കൽ കൊണ്ടും ആ പള്ളിയുടെ കത്തലത്തിൽ അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നത് പുരുഷന്മാർക്കാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സദാസമയം ശുദ്ധി പരിപാലിക്കുന്ന ശ്രദ്ധിക്കുന്നതായ മുഅ്മിനീങ്ങൾ അവരാ പള്ളിയെ നല്ലതുപോലെ ഗൗനിക്കണം. അത് ഖുർആനോത്തിനുള്ളതാണ്. അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അല്ലാഹു പറയുന്നു, K21B 2351, അതുപോലെ തന്നെ K21 W3333. വാഹനം ഒന്ന് മാറ്റി കൊടുക്കണം. രണ്ട് വണ്ടിയും പമ്പിനകത്താണ് ഇവരിട്ടിരിക്കുന്നത്. ഒന്ന് സൈഡാക്കി കൊടുക്കണം. കാരണം അവിടെ എണ്ണ നിറയ്ക്കാനുള്ള വണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് വണ്ടിയുടെ ഉടമസ്ഥരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അതുപോലെ ശ്രദ്ധിക്കുക, അല്ലാഹുവിനെ ആഫിയായിട്ട് നൽകുമാറാവും. അപ്പൊ അല്ലാഹുവിന്റെ പള്ളി തീർച്ചയായും അത് റബ്ബിന്റെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങൾ തീർച്ചയായും ആകാശത്തുള്ളവർക്ക് പ്രകാശം ഒഴിക്കുന്നതാണ്. ആ പള്ളിയിൽ അല്ലാഹു ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അനുവദിക്കപ്പെട്ട വിഭാഗമാണ് ആ പുരുഷന്മാർ.
ഇതാണ് ഖുർആനും ഹദീസും വെച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. പുരുഷന്മാർ എങ്ങനെയാണ് ധന്യമാക്കേണ്ടത്? റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടത് തന്നെ എങ്ങനെയാണ്? നിസ്കാരം ശരിയാക്കിക്കൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് കടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, റജബുൻ ലിതത്ഹീരിൽ ബദൻ വശഅബാൻ ലിതത്ഹീരിൽ ഖൽബ് വറമദാൻ ലിതത്ഹീർ റൂഹ്. പരിശുദ്ധമായ റജബ് മാസം ശരീരത്തെ സ്ഫുടം ചെയ്യേണ്ട മാസമാണ്, ശരീരത്തെ നന്നാക്കേണ്ട മാസമാണ് റജബ്. ശഅബാൻ മാസമോ ഹൃദയത്തെ നന്നാക്കേണ്ട മാസമാണ് ശഅബാൻ. റജബിലും ശഅബാനിലും നല്ല രീതിയിൽ ശരീരത്തെ ശുദ്ധീകരണം നടത്തിയവർ പരിശുദ്ധമായ ശഅബാനിലൂടെ ഹൃദയത്തെ ശുദ്ധീകരണം നടത്തിയവരാണ് റമദാൻ കൊണ്ട് വിജയിക്കുന്നവരാകുക. വറമദാൻ ലിതത്ഹീർ റമദാനിൽ 30 ദിവസങ്ങളിൽ പകൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ മനുഷ്യ മാനവ നിന്റെ ഹൃദയത്തെ നന്നാക്കുന്നതിനോടൊപ്പം നിന്റെ ആത്മാവിനെ ശുദ്ധീകരണം നടത്തുമെന്നും നബിയുനാ റസൂലുള്ളാഹി. ആത്മാവിനെ നന്നാക്കാനാണ് റമദാനിലെ നോമ്പ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓരോ മാസങ്ങളും ഓരോന്നും ശ്രദ്ധിക്കണം. റജബിൽ ശരീരത്തെ നന്നാക്കേണ്ട മാസം, ശഅബാനിൽ ഹൃദയത്തെ നന്നാക്കേണ്ട മാസം, റമദാനിൽ ആത്മാവിനെ പോഷണം കൊടുക്കേണ്ട മാസം. റജബിൽ എങ്ങനെയാ ശരീരത്തെ നന്നാക്കേണ്ടത്? കഴിഞ്ഞല്ലോ ഉസ്താദ്. ശഅബാൻ കഴിഞ്ഞു, നാളെ പിറ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ. നാളെ രാത്രിയിൽ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ്. അള്ളാഹു നമുക്ക് റമദാൻ എത്തിച്ചു തരുമാറാവട്ടെ. എങ്കിൽ നാളെ ഈ സമയത്ത് തറാവീഹ് നിസ്കാരം നടക്കുകയാണ് നമ്മുടെ പള്ളികളിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ്. നാളെ തറാവീഹ് തുടങ്ങും. അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മുടെ റമദാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. അതാണ് നമ്മുടെ തേട്ടവും വലിയതന റമദാൻ. റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മുഅ്മിനും. പ്രിയമുള്ളവരെ, മനസ്സിലാക്കി എങ്ങനെയാണ് ശരീരത്തെ നന്നാക്കേണ്ടത്? നല്ല ഭക്ഷണം കഴിച്ചിട്ടാണോ? നല്ല പാനീയങ്ങൾ കുടിച്ചിട്ടാണോ? നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചിട്ടാണോ? പദാർത്ഥങ്ങൾ കഴിച്ചിട്ടാണോ? എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നന്നാക്കേണ്ടത്? ഈ ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചിട്ടല്ല. അത് വേണം, അത് ഇബാദത്തിന് ഒരു അവിഭാജ്യ ഘടകമാണ്. മറിച്ച് ശരീരത്തെ നന്നാക്കേണ്ടത് നിസ്കാരം കൊണ്ടാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്വലാ. ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധന കർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായ നിസ്കാരത്തെ ഗൗനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണ് നമ്മൾ റജബിൽ നിന്ന് പരിപൂർണമായി ഇങ്ങോട്ട് ശഅബാനിലേക്ക് കടക്കുന്നത്. നിസ്കാരം അവിടെ മുതൽക്കേ ശ്രദ്ധിക്കണം. റമദാനിൽ മാത്രം 2 റക്അത്ത് നിസ്കരിച്ച് പിരിയുന്ന ഒരു ശൈലി യഥാർത്ഥ മുഅ്മിനിന് ചേർന്നതല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കാരം വേണം. റജബ് മാസത്തിന്റെ അവസാന വാരത്തിലാണല്ലോ മിഅ്റാജ്. അല്ലാഹുവിനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം എന്ന മഹിതമാകുന്ന അമൽ സമ്മാനം ഈ ഉമ്മത്തിന്റെ കൈകളിലേക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ റജബ് മുതൽക്ക് നിസ്കാരത്തെ ഗൗനിക്കണം. റജബുൻ ലിതത്ഹീരിൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരണം നടത്തേണ്ട മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ് മാസം. 2 രീതിയിലാണ് റമദാനിന് വേണ്ടി നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ടത്. ഒന്ന് തഹ്ലിയത്താണ്, മറ്റൊന്ന് തഹ്ലിയത്താണ്. ഒന്ന് ഖാ ആണ്, മറ്റൊന്ന് ഹാ ആണ്. തഹ്ലിയത്ത് എന്താണ്? തഹ്ലിയത്ത് ശുദ്ധീകരണമാണ്. ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയൊക്കെ ശുദ്ധീകരണം നടത്തിക്കൊണ്ട് വേണം കടന്നു വരാൻ. മറ്റൊന്ന് തഹ്ലിയത്താണ്, റമദാനിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണ്. എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക മാത്രമല്ല, നന്മ കൂടി ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ കടന്നു വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇബാദത്ത് കൊണ്ട് റമദാനിന് മുന്നേ അൽഹംദുലില്ലാഹ് 4 മാസം കൊണ്ട്, വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വളരെ മഹത്തരമാകുന്ന ഒരു ബിൽഡിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയാക്കി നമുക്ക് നൽകി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ള സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി അതിനുവേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും, ഒരു കഴിഞ്ഞുപോയ കമ്മിറ്റി ഭാരവാഹികൾ, നിലവിലുള്ളവർ, ഉലമാക്കൾ, ഉമറാക്കൾ, സജ്ജനങ്ങൾ, സാദാത്യങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഖൈർ ബറകാത്തുകൾ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല, വലിയ തൗഫീഖാണ്. എത്രയോ നാടുകളിൽ പള്ളിയില്ല, നിസ്കരിക്കാനുള്ള സ്ഥലമില്ല, പ്രയാസപ്പെടുക. തകർന്നു വീണതാകുന്ന പള്ളിയുടെ മിനാരങ്ങളുടെ കല്ലുകൾ കൈക്ക് പിടിച്ചിട്ട് കരയുന്ന ഫലസ്തീനി ബാലന്റെ ചിത്രങ്ങൾ നമ്മുടെ കണ്ണിലൊടുന്നില്ലേ സഹോദരങ്ങൾ? നമ്മുടെ കണ്ണിലൊടുക്കിയില്ലേ അത്തരത്തിലുള്ള ആളുകളുടെ വേദന? മുമ്പ് ഒരു കല്ലിനെ ചീട് പിടിച്ചിട്ട് കരയാൻ, പള്ളിയിലെ നിസ്കരിക്കാൻ.
നമുക്ക് അൽഹംദുലില്ലാഹ് എയർ കണ്ടീഷൻ പള്ളി അതിൽ ഉറക്കം തൂങ്ങാണ്, നല്ല റാഹത്ത്, കാരണം AC നല്ല സൗകര്യം. മാഷാ അല്ലാഹു സ്വീകരിക്കട്ടെ. എത്തിക്കാഫ് എത്ര നേരമെങ്കിലും ഇരിക്കാം, മണിക്കൂറുകൾ ഇരിക്കാം, ആരും തടയുന്നില്ല, എഴുന്നേൽപ്പിച്ചു വിടുന്നില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിസ്സാര കാര്യമില്ലല്ലോ. റമദാനൊക്കെ വരുമ്പോൾ നന്മ അധികരിപ്പിക്കാൻ പറ്റിയ മാസം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാനിന്റെ അവസാന ദിവസത്തിൽ ഇതേപോലെ സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രഭാഷണം നടത്തുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലാഹുവിന്റെ റസൂലിന്റേതാകുന്ന പ്രഭാഷണത്തിന്റെ ശൈലിയാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ മുബാറകുൻ, വളരെ ബറക്കത്തുള്ള ഒരു മാസം ഇതാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. ശഹ്റുൻ അളീം, വർണ്ണമായ മാസമാണ്, മാസമാണ്. ശഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദർ അല്ലതീ ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന ഒരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്നുള്ള പേരിലാണ് ആ പവിത്രമായ രാവിനെ അറിയപ്പെടുന്നത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയാണ് ആ ഒരൊറ്റ രാത്രി നിങ്ങൾ ഇബാദത്തെടുത്താൽ ലഭിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1000 മാസം എന്നല്ല, ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ പവറാണ്. എത്ര എന്നില്ല അർത്ഥം, അതിനേക്കാൾ ഏറെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരിയല്ലാഹ്, ഇതൊരു മാസമാണ്, ഇതിലെ നോമ്പുകൾ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. വഖിയാമ ലൈലിഹി തതൗആ, അതിലുള്ള രാത്രിയുള്ള നമസ്കാരങ്ങളെ അല്ലാഹു സുന്നത്താക്കി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. മൻ തഖറബ ഫീഹി ബിഖസ്റത്തിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും ഈ പരിശുദ്ധമായ റമദാനിൽ ഒരു നന്മ ചെയ്താൽ, ഒരു ഫർള് പരിശുദ്ധമായ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ചെയ്തവനെ പോലെയാണ്. ആ ഒരു പ്രതിഫലം അല്ലാഹു നൽകുമേ. ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർളിന്റെ പ്രതിഫലമാണ്, പ്രതിഫലമാണ്. വമൻ അദ്ദാ ഫരീളതഹു ഫീ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഒരു ഫർള് അനുഷ്ഠിച്ചാൽ പരിശുദ്ധമായ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ 70 ഫർളുകൾ അനുഷ്ഠിച്ച പ്രതിഫലം അല്ലാഹു അക്കൗണ്ടിലേക്ക് വരവെക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വഹുവ ശഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമാണ് റമദാൻ, ക്ഷമിക്കേണ്ട മാസമാണ് റമദാൻ. നോമ്പ് നോൽക്കുകൊണ്ട് പകല് ക്ഷമിക്കുകയാണ്, അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുകയാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നാവുകൊണ്ട് പറയില്ല. കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കാതെ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, കണ്ണുകൾ കൊണ്ട് ഹറാമായതിലേക്ക് നോക്കാതെ, കാതുകൾ കൊണ്ട് ഹറാമായത് കേൾക്കാതെ, ഹൃദയം കൊണ്ട് ഹറാമായത് ചിന്തിക്കാതെ, എല്ലാ അവയവങ്ങളും അല്ലാഹുവിലേക്ക് തിരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ സൗമു ഖുസൂസിൽ ഖുസൂസ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതായ മഹത്തരമായ നോമ്പിലേക്ക് എത്തിപ്പെടൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ആരെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് നോറ്റാൽ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പ് നോറ്റതായ മനുഷ്യ അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. റമദാനിലുള്ള തറാവീഹ് നമസ്കാരം മുടങ്ങാതെ 20 റക്അത്ത് നിസ്കരിക്കാൻ ഏതൊരു സഹോദരി തയ്യാറായിട്ടുണ്ടോ, പള്ളിയുടെ അകത്തളത്തിൽ കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നതായ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, യുവാവുണ്ടോ,
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഗുഫിറ ലഹു, അവനും അല്ലാഹു പൊറുക്കുകയാണ്. വീടിന്റെ അകത്തളങ്ങൾ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് പടച്ചറപ്പ് എനിക്ക് പാവം പുറത്തു തരുമെന്നുള്ള ചിന്തയോടുകൂടി അവരുടെ വക്കത്തിൽ കൃത്യമായി നിസ്കരിക്കുന്നതായ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു, അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ പരിശുദ്ധമായ മാസത്തിൽ നിസ്കാരം കറക്റ്റാക്കണം, നോമ്പ് കറക്റ്റാക്കണം, എല്ലാം നിസ്കാരവും അതുപോലെ തന്നെ തറാവിഹ നിസ്കാരം ഒക്കെ ഗൗനിക്കണം. അപ്പൊ ക്ഷമ വേണം, ക്ഷമിക്കാനത് പറ്റൂല. സാധാരണ രീതിയിൽ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവൻ, ജനങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നവൻ, പലരും ദേഷ്യപ്പെടുന്ന രീതിക്ക് പലരും നിന്നെടുക്കും മുന്നിലുണ്ടാകും. അപ്പോഴൊക്കെ ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ചാലോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബ, ക്ഷമിക്കുന്നവരുള്ള പ്രതിഫലം സ്വർഗ്ഗമാണ്. അല്ലാഹു ക്ഷമിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ക്ഷമിക്കാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാ സഹോദരങ്ങളെ? നമുക്കൊക്കെ ക്ഷമിക്കാനുള്ളതാകുന്ന മനസ്സുണ്ടോ, ചിന്തയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും. അല്ലാഹു നമ്മളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. നാവിനെ ശ്രദ്ധിക്കണം, ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നോമ്പുകാരൻ അങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്. നമ്മളിന്ന് വെറുതെ ഉദരം കൊണ്ടുള്ള നോമ്പ് മാത്രം, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ. കാണേണ്ട എല്ലാ സിനിമയും കാണും, പോകേണ്ട എല്ലാ തലത്തിലും പോകും, പിടിക്കേണ്ട എല്ലാ തലത്തിലും കൈകൊണ്ട് പിടിക്കും, കാണേണ്ടത് മുഴുവൻ കാണും, കേൾക്കേണ്ടതാകുന്ന എല്ലാ അശ്ലീലതകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. കേൾക്കേണ്ടതാണെന്ന് പറഞ്ഞതും കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലാണ് ഈ പറഞ്ഞത്. അതില്ലാതെ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ പുതിയ തലമുറ മാറിയിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജീവിതം കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. റമദാനായിട്ട് ഒരു മാറ്റമില്ല എങ്കിൽ ആ നോമ്പ് കൊണ്ട് യാതൊരു ഫലവുമില്ല. മനസ്സിലാക്കുക. അതിന് സൗമുൽ ഉമൂം എന്നാണ് ഇമാമികൾ പറയുന്നത്. സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ നോമ്പാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ നോമ്പുകൊണ്ട് ഒരു ഫലമില്ല. ആ നോമ്പുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ല. കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക, കാണേണ്ട എല്ലാ സിനിമയും പകലിരുന്നിട്ട് കാണുക, യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചതും അല്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതും ആകുന്ന ചാനലുകളൊക്കെ കണ്ടു തീർക്കുക. ഏതെല്ലാം ഉണ്ട് അതെല്ലാം കാണുക, എല്ലാ അശ്ലീലതയിലേക്ക് കണ്ണോടിക്കുക, എന്തെല്ലാം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളുണ്ട് അതൊക്കെ പറയുക, ഏതെല്ലാം ഫനാ ഫസാദ് ഉണ്ട് അതൊക്കെ ഏർപ്പെടുക. എല്ലാം നോമ്പ് എങ്ങനെ ശരിയാവും സഹോദരൻ? قال رسول الله صلى الله عليه وسلم من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്, അനാവശ്യ സംസാരങ്ങളെയും വാക്കുകളെയും ഉപേക്ഷിക്കാത്തതാകുന്ന ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവരുടെ ഉദരം കൊണ്ടുള്ള നോമ്പ് അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് യാതൊരുവിധ ആവശ്യവുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കുന്നതിൽ യാതൊരുവിധ പ്രതിഫലവും നിനക്കുണ്ടാവില്ല. നിന്റെ ഉദരം കൊണ്ട് മാത്രമുള്ള നോമ്പാണ് എങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഉപേക്ഷിക്കാത്തവന് റമദാൻ വന്നിട്ട് പോലും വഴക്കാണ്, കുടുംബങ്ങളോട് പിണക്കമാണ്, അയൽവാസികളോട് വഴക്കിടലാണ്, നാട്ടുകാരെ വേദനിപ്പിക്കുകയാണ്, അവന് യാതൊരുവിധ ഖൈറും ഉണ്ടാവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു ലോകത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം പഠിപ്പിക്കുകയാണ്, ഇദാ സുംത ഫസും ബിബസരിക വബിസമഇക. നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിന്റെ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും നീ നോമ്പ് നോൽക്കണേ. എന്തേ കാരണമെന്നറിയുമോ? ഈ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും ഹറാമ് കാണുകയും കേൾക്കുകയും ചെയ്താൽ നിന്റെ നോമ്പിന് പ്രതിഫലമേ ഇല്ല, അതിന്റെ പൂർണ്ണമായ തലത്തിലേക്ക് എത്തുകയില്ല.
നിന്റെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ നീ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് ഒഴിവാകണേ, അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കണേ. ഹദീസാണ് വിശ്വനാഥങ്ങൾ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ولا تجعل في يوم فطرك وفي يوم صومك سواء. നിന്റെ നോമ്പിന്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും സമമാകരുത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുള്ള ദിവസം നോമ്പില്ലാത്ത ദിവസം നോക്കിയാൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നോമ്പില്ലാത്ത ദിവസവും സിനിമ കാണും, നോമ്പുള്ള ദിവസവും സിനിമ കാണും. പക്ഷെ സുഖമാണല്ലോ, നെറ്റ് ഉണ്ടായാൽ മതി. എത്ര നോമ്പ് പിടിക്കും ചെറുപ്പക്കാര്. മൊബൈലിനകത്ത് ഇന്റർനെറ്റ് നല്ല സൗകര്യം റാഹത്തായിട്ടുണ്ടായാൽ എത്ര ദിവസം വേണം നോമ്പ് പിടിക്കുക. കാരണം നല്ല റൂമിനകത്ത് AC ഇട്ട് സെറ്റായിട്ടിരുന്ന് മൊബൈലിനകത്ത് ഒരു 3 സിനിമ കണ്ട് തീർക്കാം. ഇനി കുറച്ചേരം ഉറങ്ങണം കഴിയുമ്പോൾ മരിവായി റാഹത്ത്. നല്ല ഫുഡുള്ള പള്ളിയോടെ അന്വേഷിക്കാണ് പിന്നെ. അപ്പൊ അവിടെ പോയി നല്ല ഫുഡ് കഴിക്കുക, വീട്ടിൽ വന്ന് ബാക്കി കൂടെ കഴിക്കുക. ഏറ്റവും ലാസ്റ്റ് ജമാഅത്തിന് കയറുക മഗ്‌രിബിന്റെ സമയത്ത്. എന്തിനാ? ഏറ്റവും പുറകിലത്തെ സഫിലേ ഇരിക്കുള്ളൂ. കാരണം സലാം വീട്ടിൽ അവിടെ നല്ല പൊതിയുണ്ടെങ്കിൽ പുറകിൽ വിളമ്പുന്നതിന് വിളംബരമുണ്ട്. പിന്നെ പുറകിൽ തന്നെ ഇരിക്കുക. ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അന്വേഷിക്കുകയാണ് അലത്തറ കേപ്പ് മുതൽ താഴോട്ട് നല്ല സ്പീഡിൽ പോകുന്ന ഖത്തീബ് എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. ഏറ്റവും സ്പീഡിൽ പോകുന്ന സ്ഥലത്തേക്ക് ഓടുകയാണ്. അത് ഇവിടുന്ന് കുറച്ച് യാത്ര ചെയ്യണം. വെഞ്ഞാറമൂട് വരെ പോകണം. ഉദാഹരണം പറയാണ്, ഞാൻ നാളെ വെഞ്ഞാറമൂട് വരെ പോയി നോക്കണ്ട. വെഞ്ഞാറമൂട് പോകണം, അവിടെ നല്ല സ്പീഡിൽ പോകുന്ന ഖത്തീബാന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് ബൈക്ക് എടുത്ത് പോകാനും ചെറുപ്പക്കാർ തയ്യാറാണ്. അതൊരു ട്രെൻഡായി മാറിയിരിക്കുക. ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് വിടുക. ഇവിടുന്ന് ആറ്റിങ്ങിലോട്ടോ തിരുവനന്തപുരത്തോട്ടോ എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. അങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു പത്രക്കാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, മുടങ്ങാതെ പത്രക്കാത്ത് കിട്ടിയാൽ മതി. ഒരു യാത്ര ഒരു റാഹത്താണ്. വൈകുന്നേരം കുറച്ച് പെട്രോൾ അടിക്കണം, ഇങ്ങനെ ഒന്ന് കറങ്ങണം, ഒന്ന് റാഹത്തായിട്ട് പോയിട്ട് വരണം. ഇതാണ് നമ്മുടെ പുതിയ തലമുറ. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. നിസ്കാരത്തോട് ശ്രദ്ധയില്ല, ഇബാദത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ല, അലസതയും അലംഭാവമായിട്ട് ഭൗതിക ലോകത്ത് അടിച്ചു പൊളിക്കാണ് നമ്മുടെ മക്കൾ. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു ബൈക്കിൽ കറങ്ങിയതാകുന്ന ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തൂടെയൊക്കെ കറങ്ങി നടന്ന് ചുള്ളാളത്തും പേരുമറയിലൊക്കെ യാത്ര ചെയ്തിട്ട് 5 പേരെ കൊലവ് നടത്തിയതാകുന്ന അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇപ്പോഴും നമ്മൾ നടുങ്ങലോടുകൂടിയാണ് അവന്റെ പേര് കേൾക്കുമ്പോൾ ഓർക്കുന്നത്. നാട് ഒട്ടാകെ ഇപ്പോഴും നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. അള്ളാഹു കുടുംബത്തിന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉപ്പ ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അവരുടെ വീട്ടിലൊക്കെ ദുആ ചെയ്ത് കൊടുത്തു. അള്ളാഹു അത് ദുആ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പ്രയാസത്തിലാണ് അദ്ദേഹം, വിങ്ങിപ്പൊട്ടാണ്, മാനസികമായി വിഷമിക്കാണ്. എത്രയേറെ ദുരിതത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിട്ടാണ് അവർ കഴിയുന്നത്. തന്റെ ഉറ്റവരും ഉടയവരുമാകുന്ന പലരും മരണപ്പെട്ടു പോയി. സ്വന്തം ഏറ്റവും ഇളയ മകൻ മരണപ്പെട്ടു പോയി. തന്റെ മൂത്ത മകനാണ് അതിന്റെ കാരണക്കാരൻ. സ്വന്തം മാതാവ് മരണപ്പെട്ടു പോയി. ആ മാതാവിന്റെ കബറിന്റെ ചാരത്ത് വന്നുകൊണ്ട് താഴെപ്പാങ്ങോട് കബറിസ്ഥാനിലുള്ള ഉമ്മയുടെ കബറിന്റെ ചാരത്ത് വന്നിരുന്ന് പൊട്ടിക്കരയുന്ന രംഗം നമ്മളെല്ലാവരും കണ്ടതാണ്. സ്വന്തം ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി, അവരുടെ ഭാര്യയും മരണപ്പെട്ടു പോയി. ഒക്കെ കൊലപാതകം. അതും വളരെ നിഷ്ഠൂരമായ നിലയിൽ, മൃഗീയമായ നിലയിൽ, പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ. അതിന്റെ ഫോട്ടോകളെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പറയാണ്, കണ്ടാൽ നമ്മൾ പേടിച്ചു. മീഡിയക്കാര് തന്നെ നമ്മളോട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞല്ലോ, ആര് കണ്ടാലും പേടിച്ചു പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന, പുറത്തൊരാളെ കാണിക്കാൻ പറ്റാത്ത നിലയ്ക്ക് തന്നെ അവരുടെ മുഖകമലം അത്രയേറെ വികൃതമാക്കിയിരുന്നു. ആലോചിച്ച് നോക്കണം. അതിനുവേണ്ടി ചുറ്റിക വാങ്ങിച്ചു കൊണ്ടുവന്ന് കടിച്ചിരിക്കുകയാണ്. അവനെ സ്നേഹിച്ച് പ്രേമിച്ചതാകുന്ന പെണ്ണിന്റെ നെറ്റിയിൽ ആംബുലൻസിലേക്ക് കൊണ്ടുപോയതാകുന്ന ഡ്രൈവർമാർ പറയുന്നു, ബുള്ളറ്റ് നിറച്ചതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയത്. ആ പ്രായച്ചെന്നതാകുന്ന വല്യുമ്മയെ, വാപ്പയുടെ ഉമ്മയെ അവരെ ജീവിക്കാൻ വിട്ടാൽ തന്നെ അധികകാലം ഉണ്ടാവില്ല. അത്രയേറെ ശോഷിച്ച ശരീരവുമായി നിലകൊള്ളുന്ന പടുവൃത്തിയാകുന്ന മാതാവിനെ അടിച്ചു കൊന്നു. ആംബുലൻസിന്റെ ഡ്രൈവർ പറയുന്നു, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് സ്ട്രക്ചറിൽ നിന്ന് ഇങ്ങനെ താങ്ങിയെടുക്കുമ്പോൾ ബാക്ക് ഭാഗത്ത് എന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് തലയോട്ടിയിലേക്ക് എന്റെ വിരല് കയറിപ്പോയി എന്നാണ് പറയുന്നത്. തലയോട്ടിയിൽ പോയി തൊട്ടിട്ടുണ്ട്, തലക്കുള്ളിലേക്ക്. അത്രയേറെ തലയുടെ ബാക്ക് ഭാഗത്തായിട്ട് വലിയ ആഴത്തിലുള്ള മുറിവുകൾ ചുറ്റികൊണ്ട് പ്രഹരിച്ചിരിക്കാൻ ഒന്നല്ല 20ലേറെ തവണ. ആലോചിച്ചു നോക്കുക. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു സംരക്ഷണം നൽകുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ومن قتل مؤمنا متعمدا فجزاؤه جهنم خالدين فيها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുകയാണ്,
മുഅ്മിനായ സഹോദര സഹോദരി, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അകാരണമായി മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ശിക്ഷ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വജസാഉഹു ജഹന്നമു, കാലാകാലം നരകമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. കാലാകാലം നരകമാണ്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല. അല്ലാഹു കാക്കുമാറാവട്ടെ. ഖുർആനാണ് ഈ പറയുന്നത്. ഖുർആൻ നസ്സല്ലേ, വ്യക്തമായ ആയത്തല്ലേ സഹോദരങ്ങളെ. ഇതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ്? ശ്രദ്ധിക്കണം. ഒരാളെ കൊന്നാൽ തന്നെ ഈ ശിക്ഷയാണ്. ഒന്നിലധികം ആളുകളെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ നരകത്തിൽ ഉണ്ടാകുന്ന അദാബുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ സഹോദരങ്ങൾ. ഒരു കത്തി കൊണ്ടോ ഒരു ഇരുമ്പിന്റെ സാധനം കൊണ്ടോ പോലും ഒരാൾക്ക് നേരെ ഒന്ന് നീട്ടാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടി എന്നെ കാണിക്കുന്ന പരിപാടി പോലും പാടില്ല. ഹദീസിനെ വെറുതെ പറയല്ല. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദാ, ആരെങ്കിലും ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് സ്വന്തം സഹോദരന് നേരെ ഒന്ന് ഇശാറത്താക്കിയാൽ, സ്വന്തം സഹോദരന് നേരെ ഒന്ന് നീട്ടിപ്പിടിച്ചാൽ, ഒരു ഇരുമ്പിന്റെ കഷ്ണമാണ് അത്, കത്തിയല്ല, വാളല്ല, ഒന്നുമല്ല, കേവലം ഒരു ഇരുമ്പിന്റെ കഷ്ണമാണ് പിടിച്ചിട്ടുള്ളതെങ്കിലും അല്ലാഹു റസൂൽ പറയുകയാണ്, തൽഅനുഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും അവനെ ശപിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മലക്കുകൾ അവനെ ശപിക്കും. അല്ലാഹു ആക്കുമാറാവട്ടെ. ഒരാൾ മറ്റൊരുത്തിന്റെ നേരെ ഇങ്ങനെ വരുന്ന ഒരു ഇരുമ്പിന്റെ കഷ്ണം ഇങ്ങനെ ഒന്ന് ചൂണ്ടിപ്പിടിച്ചാൽ പോലും മലക്കുകൾ അവനെ ശപിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു ആക്കുമാറാവട്ടെ. അത്രയേറെ പരിശുദ്ധ ഇസ്ലാം എതിർത്ത വിഷയമാണ്. വാളും പരിചയം ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ മറർതും في مسجدنا أو في أسواقنا وعليه نبل فليمسك بكفه على نصارها. ആരെങ്കിലും നമ്മുടെ പള്ളിയിലൂടെ അല്ലെങ്കിൽ പള്ളിയിലെ സഫിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ അസ്വാക്കിലൂടെ ചന്തയിലൂടെ നടക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു കുന്തമുണ്ട് എങ്കിൽ ആ കുന്തത്തിന്റെ മുനയുടെ ഭാഗത്ത് അവന്റെ കൈ കൊണ്ടൊന്ന് മുറുകെ പിടിക്കണേ, മറ്റൊരാൾക്ക് അത് കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ മറർതും ഫീ മസാജിദിനാ ഔ ഫീ അസ്വാഖിനാ വഅലൈഹി നബ്ലുൻ ഫൽയുംസിക് ബികഫിഹി അലാ നിസാലിഹാ. ആ അമ്പിൻ്റെതാകുന്ന വായ്ത്തലയിൽ അതിന്റെ അഗ്രഭാഗത്ത് നിങ്ങളൊന്ന് കൈകൊണ്ടൊന്ന് മുറുകെ പിടിക്കണേ, മറ്റൊരാൾക്ക് അതുകൊണ്ട് ഉപദ്രവം വരരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളി നിസ്കരിക്കാൻ വന്ന സത്യത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ ഈ മുത്തം പിടിച്ചുകൊണ്ട് നടന്നിട്ട് 10 പേർ പുറം ബുദ്ധിമുട്ടാക്കരുത്. അതിന്റെ അഗ്രത്തിൽ നിന്ന് പിടിച്ചേക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ അത്ര സൂക്ഷിക്കാൻ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് ഒരാളെ കൊലപാതകം നടത്തുന്നത്. അത് തന്നെ സ്വന്തം ഉമ്മയെ പ്രയാസപ്പെടുത്താൻ. ആ ഉമ്മയുടെ സ്നേഹം വാത്സല്യം ഒന്ന് ആലോചിച്ച് നോക്കും. ആ ഉമ്മ ഇപ്പോഴും ബാധിക്കുന്നത് എന്താ? എന്ത് പറ്റിയതാന്ന് നേഴ്സുമാരൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങോട് പറയാണ് കട്ടിൽ നിന്ന് വീണതാണ്. നയിച്ചോത്ത് ഒരു ഭാഗത്ത് ഉമ്മയുടെ മാതൃത്വത്തിന്റെ സ്നേഹമാണത്, മറ്റൊരു ഭാഗത്ത് അത്തരത്തിലുള്ള വാക്കാണ് മക്കളെ വശമാക്കുന്നത്. രണ്ടും പെട്ടു. ഡോണ്ട് ക്രിറ്റിക്സ് ആൻഡ് കോംപ്ലിമെന്റ് എന്നാണ്. മക്കൾക്ക് നമ്മൾ അമിതമായ സ്നേഹവും കൊടുക്കരുത്, അമിതമായ ശാസനയും കൊടുക്കരുത്. രണ്ടിന്റെയും ഇടയിൽ മിതത്വം വരണം. ഡോണ്ട് ക്രിറ്റിക്സ് ആൻഡ് കോംപ്ലിമെന്റ് രണ്ടും കൂടി നൽകാൻ പാടില്ല, രണ്ടും അമിതമാകാൻ പാടില്ല. അമിത ശാസന, ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, കൈ കിട്ടുന്നതാകുന്ന സാധനം എടുത്ത് മക്കളടിക്കും, എപ്പോഴും ചീത്തവിളിയും തെറിവിളിയും, മറ്റുള്ളവരുടെ കമ്പയർ ചെയ്തിട്ട് മക്കളോട് നെഗറ്റീവ് സ്റ്റോക്ക് ഇട്ടുകൊണ്ട് എപ്പോഴും അവരെ പ്രയാസപ്പെടുത്തും. ആ കുട്ടികൾ തീർച്ചയായും റൗഡികളായി മാറും. ആപ്പാടേതാകുന്ന അടി, കൈ കിട്ടുന്നതാകുന്ന കമ്പി, കൈ കിട്ടുന്നതാകുന്ന കസേര, കാണുന്ന സാധനമൊക്കെ എടുത്ത് മക്കളെ അടിക്കാൻ
മക്കൾക്ക് പിന്നെ പോലീസുകാരുടെ ലാത്തിയൊന്നും ഒരു വിഷയമല്ല, ജയിലറിയുന്ന ഒരു പ്രശ്നമല്ല. കാരണം മക്കള് മാതാപിതാക്കളുടെ ഈ ശൈലി കൊണ്ട് തന്നെ മക്കൾ ഏറ്റവും വലിയ ഗുണ്ടയായി മാറും. അല്ലാഹു ആക്കുമാറാവട്ടെ. അമിത ലാളന, അതാണ് ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞാലും നടത്തി കൊടുക്കാം. ഒരു ചെറിയ കുട്ടിക്ക് 25 ലക്ഷം രൂപ കടമെന്ന് പറയുമ്പോൾ എന്റെ 23 വയസ്സിനുള്ളിൽ അവർ എന്ത് ചെയ്തിട്ട്? ഒരു പള്ളി കെട്ടിയോ? അടയ്ക്കാക്കുരിയുടെ വലിപ്പത്തിലുള്ളതാകുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ദീനിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ദുനിയാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ധൂർത്തും ദുർവ്യയത്തിലേക്കും എത്തിക്കാൻ വിതകുന്ന രീതിക്കുള്ളതാകുന്ന ജീവിതമാണത്. വില കൂടിയ ബൈക്കുകളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ധൂർത്തും ദുർവ്യയവുമായിട്ട് ഈ തലമുറ ആറാടുകയാണ്. അപ്പൊ അതിനുവേണ്ടി സമ്പത്ത് ചോദിക്കാൻ ഈ അവൻ കൊന്നുകളഞ്ഞതാകുന്ന പ്രിയപ്പെട്ട വാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ മുമ്പ് ചെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരി കൊടുത്തവരാണ്. ഇന്ന് ആ വീട് കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് വിങ്ങിപ്പൊട്ടാണ്. അവർക്ക് വേണ്ടി, ആ ഉമ്മാക്ക് വേണ്ടി മക്കളെല്ലാവരും കൂടി ഫ്രണ്ടിൽ ഒരു വീട്, വാർക്ക വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീട്ടിൽ ഉമ്മ കടന്നിട്ടില്ല. അതിന് പരവാസൂരി കുടിയിരിക്കലൊക്കെ കഴിഞ്ഞതാ. പക്ഷെ അവർ ആ വീട്ടിൽ കടന്നിട്ടില്ല. അവര് തൊട്ട് ബാക്കിലുള്ള ആ ഓടിട്ട, നിങ്ങളൊക്കെ മീഡിയയിൽ കണ്ടിട്ടുള്ളതാകുന്ന ആ ഓടിട്ടതാകുന്ന പെരയിലാണ് അവരെ കടന്നത്. അവിടെ വെച്ച് തന്നെയാണ് മരണവും ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു ഉമ്മയുടെ ദർജ ഉയർത്തട്ടെ. മരണപ്പെട്ടു എല്ലാവർക്കും അല്ലാഹു ശ്രോതാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ച് ആ പിതാവ് അബ്ദുറഹീം സാഹിബ് 7 വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ ഇന്നാണ് അദ്ദേഹം സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. അദ്ദേഹം വിങ്ങി പൊട്ടുന്നതാകുന്ന, കരച്ചിരുന്നതാകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. നേരത്തെ നേരെ ഞാനും അനുഭവിച്ചു. അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും സമാധാനം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമഘട്ടങ്ങളിലും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കാണ് സഹോദരങ്ങൾ, എവിടേക്കാണ് നമ്മുടെ തലമുറ എത്തുന്നത്? നമ്മുടെ മക്കളുടെ ശൈലി എന്താണ്? മക്കളുടെ രൂപം എന്താണ്? മക്കളുടേതാകുന്ന വസ്ത്രവിധാനം എന്താണ്? അവരുടെ മുടിയുടെ കോലം എന്താണ്? നിസ്കരിക്കാൻ വേണ്ടി വരുന്നതാകുന്ന മക്കളുണ്ടോ? വിവാദത്തിന് വേണ്ടി ശ്രദ്ധ വെക്കുന്നവരുണ്ടോ? ഈ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായ ജീവിതം നയിച്ച് നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ ഒന്നാമതായി അവരുടെ ജീവിതത്തിലേക്ക് അടയാളപ്പെടുത്തേണ്ടതാണ് നിസ്കാരം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കള്ളുകൂടി മാറണോ? മാറ്റും. ലഹരിമുക്ത ജീവിതം നയിക്കണോ? മാറ്റാം. അവർക്ക് അശ്ലീലമാക്കപ്പെട്ട കാഴ്ചകളിൽ നിന്ന് ഒഴിവാകണം. അനാവശ്യമായ ചാറ്റിങ്ങുകൾ ഇല്ലാതാവണം. അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് ഒഴിവാകണം. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിവാകണം. എല്ലാത്തിനും മരുന്ന് എന്താണ്? നിസ്കാരം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. 5 വക്തത്തെ കറക്റ്റായി നിസ്കരിക്കണം. ഏതോ ഒരു രാഷ്ട്രീയ പ്രവർത്തക അറിയാതെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞു പോയി പയ്യനെ പറ്റി, ഇവൻ നല്ല നിസ്കാരം ഉള്ളവനാണെന്ന്. 5 വക്തത്തും ഉണ്ടാവൂല. 5 വക്തത്തും ഉള്ളവൻ ഒരിക്കലും അങ്ങനെ ആവുകയുമില്ല. അത് ഖുർആൻ പറയുന്ന സംഗതിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് പറഞ്ഞപ്പോ പിന്നെന്തായി? മതത്തിന് വർഗീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ കേട്ടോ, നിസ്കരിക്കുന്ന പയ്യനാണ് ഈ കുലത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ് അതിന് കൊണ്ടത് തീവ്രവാദം കലർത്തിയിട്ട് പറയുന്ന ആളുകൾ സമുദായത്തിലുണ്ട്. അല്ലാഹു ആക്കുമാറാവട്ടെ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. എല്ലാം മ്ലേച്ഛമാക്കപ്പെട്ട സ്വഭാവവൈകല്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സംരക്ഷണം നിങ്ങൾക്ക് നൽകുമേ നിങ്ങൾ നിസ്കാരം ഉണ്ടായാലെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു വഖത്ത് ഒരു നമസ്കാരം ഖമാക്കാതെ ഒരു വഖത്തിൽ നമസ്കരിക്കാനായ ഉമ്മയുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? സഹോദരനുണ്ടോ? സഹോദരിയുണ്ടോ? അവർക്ക് തീർച്ചയായും എല്ലാ നിലക്കുമുള്ള കാവൽ അല്ലാഹു നൽകുമേ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും നിസ്കാരം നിങ്ങളെ തടയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം കൊണ്ട് സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിസ്കാരം മർമ്മപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു ഒരു പള്ളി നമുക്ക് തന്നത്. പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. قال رسول الله صلى الله عليه وسلم നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരങ്ങൾ വസിക്കുന്നതായ പ്രിയപ്പെട്ട മുഅ്മിനേ, പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിലാണ്, പള്ളിയുടെ പരിസരത്തുള്ളവർ നിസ്കരിക്കുന്നത്. ഖീല വമൻ ജാറുൽ മസ്ജിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട്
ആരാണ് പള്ളിയുടെ അയൽവാസി? ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അല്ലദീന യസ്മഊന നിദാ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ ശ്രവണ സുന്ദരമായ പാമ്പലികൾ കേൾക്കുന്നതായ ആളുകളുണ്ടോ, മുഅ്മിനീങ്ങളുണ്ടോ? അവരൊക്കെ പള്ളിയുടെ അയൽവാസികളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചുള്ളിമാനൂർ ടൗൺ മസ്ജിദിൽ നിന്ന് പള്ളിയുടെ മിനാരങ്ങളിലൂടെ ബാങ്ക് കേൾക്കുന്നതായ പരിസരവാസികളെ, കച്ചവടക്കാരെ, മുഅ്മിനീങ്ങളെ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. നിങ്ങൾ പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നവരാണ്, നിങ്ങൾ നിസ്കരിക്കേണ്ടത് പള്ളിയിലാണെന്നും ഹബീബുനാ റസൂലുള്ളാഹി. പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വഖത്ത് പോലും കളയാൻ പാടില്ല. ജമാഅത്ത് വളരെയേറെ ശ്രദ്ധിക്കണം, സാര കാര്യമല്ല. മഹാനായ ഉമൈർ ഇബ്നു ഖവാരി റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. സഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയുള്ളവരാണല്ലോ അവര്, താബിഈങ്ങൾ. നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ട് നോക്കട്ടെ? ഇത്രയും പേര് ശ്രദ്ധിക്കണം. അപ്പൊ ഒന്ന് ബക്കറ്റ് വീക്കണം. ഒരു ചെറിയൊരു സദഖ ദുആഇ ഇജാബത്തിന് വേണ്ടി ആ ബക്കറ്റ് ഒന്നും അല്ലാഹു സ്വീകരിക്കട്ടെ. ചെറിയൊരു സദഖ അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഇട്ടുകൊള്ളു. എല്ലാവരും കൈ ഉയർത്തിയല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേഗം ഒരു ബക്കറ്റ് എടുത്തോളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിനെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. പാപങ്ങൾ പൊറുക്കാൻ ഈ സദഖ നിദാനമാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാ. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കുറച്ചനോട് പറയാലോ, 10 മണിക്ക് ഇരിക്കൂല, ഒരു അരമണിക്കൂർ ഇരിക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും കയ്യിലുള്ളത് 1000 3000 എത്ര മണി കിട്ടുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവും. എല്ലാ മുറാദുകളും ഹാസിലാകട്ടെ. അസ്ത്രീകളുടെ ഭാഗത്തുള്ള അവരൊക്കെ മോതിരം ഊരി വെച്ചിരിക്കുകയാണ്. വേഗം അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കുമാറാവും. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷെ എനിക്ക് ശ്രദ്ധിക്കണേ, ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ മഹത്വം ഓതുന്ന ഒരൊറ്റ ചരിത്രം മാത്രം പറയാം. റമദാൻ വരെയാണ്, ഒരൊറ്റ വഖത്ത് പോലും ജമാഅത്ത് മുടക്കരുത്. അതിനുവേണ്ടി ശരിക്കും ശ്രദ്ധിച്ചോ. ഒരൊറ്റ സംഭവം പറയാം. ശ്രദ്ധിക്കുന്നുണ്ടോ? മഹാനായ ഉമൈർ ഇബ്നു ഖവാരി റളിയല്ലാഹു അൻഹു താബിഈകളിലെ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഫാതതിനി സലാത്തുൽ ഇശാഇ മഅൽ ജമാഅ ബിളിയാഫാ. അതിന് സൽക്കാരത്തിന്റെ കാരണം കൊണ്ട് ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിലുള്ള ആദ്യത്തെയും അവസാനത്തെയും സംഭവമാണ്. ഇശാ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തപ്പോ വീട്ടിൽ നമ്മോട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ 1-2 അതിഥികൾ വന്നു. അതിഥികൾ വരുമ്പോ പിന്നെ എന്ത് ചെയ്യണം? അവരെ സൽക്കരിക്കണമല്ലോ. അപ്പൊ അത് വലിയ സുന്നത്താണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശരിയാണ്, വിശ്വനാഥികളുടേതാകുന്ന ശൈലിയാണ്. അതുകൊണ്ട് തന്നെ അതിഥി സൽക്കാരത്തിന് വേണ്ടി നിലകൊണ്ട് സൽക്കാരമൊക്കെ കഴിഞ്ഞ് അവര് പോയി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ വേഗം എന്ത് ചെയ്തു? പള്ളിയിലേക്ക് തന്നെ പോകും. ഒന്നും എടുത്തിട്ട് വേഗം കൊണ്ട് പോയി പള്ളിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഖറജതു ഇലൽ മസ്ജിദി ഫഇദൻ ഖുല്ലഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറാ. പട്ടണത്തിലുള്ള ടൗണിലുള്ള എല്ലാ പള്ളികളും അടച്ചിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അവർ പള്ളി പൂട്ടിയിട്ട് പോയിട്ടുണ്ട്. ടൗണാണ്, ടൗൺഷിപ്പാണ്. നിശ്ചിത സമയം കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകും. സ്വാഭാവികമാണ്. അപ്പൊ
ആ പള്ളിയിലോ അവിടേക്കൊന്നും പള്ളിയിൽ ഒരു കോലായൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു സൈഡൊന്നുമില്ല, നിസ്കരിക്കാനൊന്നും പറ്റിയൊരു സൗകര്യമൊന്നുമില്ല. പള്ളി മൊത്തത്തിൽ അടച്ചില്ല, ഇരുട്ടാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് അല്പം വൈകിപ്പോയതർത്ഥം. ബാങ്ക് വിളിക്കുന്നു, നമ്മളാണല്ലോ ഇപ്പൊ ഇത്രയും നീട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ശൈലിയാണ് ഇപ്പൊ ബാങ്ക് വിളിച്ചാൽ സുബഹിക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യും, ആചാര്യ വരട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള വക്കത്തും എത്ര നേരം? 15 മിനിറ്റ്. കാരണം ഈ ഹൈവാനൊന്നും വന്ന് രക്ഷപ്പെട്ടോട്ടോ എന്ന് കരുതിയിട്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ സുന്നത്ത് നിസ്കരിച്ച് അപ്പോഴേ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞ് നിസ്കരിക്കുക. ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ നാടുകളിൽ ഒരു തർത്തീബാണ്, നല്ലതാണത്. എല്ലാവർക്കും ഒന്ന് എത്തിപ്പെടാനും ജമാഅത്തിൽ കൂട്ടമായി ആളുകൾ ഒന്നിച്ചുകൊണ്ട് നിസ്കരിക്കാനും കൂടുതൽ ആളുകളുള്ള ജമാഅത്തിന് വലിയ ഫളീലത്താണ്, വലിയ ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ നമ്മുടെ പള്ളിയിൽ ആ ജനപങ്കാളിത്തം കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോയി. കാരണം ഇത്രയേറെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് ഈ പള്ളി നേരത്തെ തന്നെ അനിവാര്യമായിരുന്നു. അതാണല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാകുന്ന പ്രസിഡന്റ് മജീദ് സാഹിബും മുൻ പ്രസിഡന്റും അതുപോലെ കൺവീനർമാരും ഇവരൊക്കെ സൂചിപ്പിച്ചതായിരുന്നല്ലോ. 10 വർഷമായിട്ട് ഇതിൻ്റെതാകുന്ന പണിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്താൻ മനസ്സുകൊണ്ട് എല്ലാവരുടെയും ചിന്തയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു പെട്ടെന്ന് തന്നെ ഈ റമദാനിന് മുന്നേ അല്ലാഹു സജ്ജീകരിച്ച് വളരെ ക്രിയാത്മകമാക്കി തന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഇനി നമ്മൾ ആ പള്ളി ഇബാദത്ത് കൊണ്ട് അങ്ങ് ധന്യമാക്കിയേ മതി. ബാക്കി എല്ലാം അൽഹംദുലില്ലാഹ് എത്തിയിട്ടുണ്ട്. 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിച്ച്, ഒരു വഖത്ത് പോലും ജമാഅത്ത് കളയാതെ അവ്വൽ വഖത്ത് ശ്രദ്ധിച്ച് നിസ്കരിക്കുക. ഉമർ ഇബ്നു ഖവാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇശാ നമസ്കാരം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ജമാഅത്താണ് പോയത് പള്ളിയിൽ. പക്ഷെ ഞാൻ അതിഥി സൽക്കാരം കഴിഞ്ഞതിന് ശേഷം അതിഥികളെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ നിസ്കരിക്കാൻ നിന്നില്ല. എങ്ങോട്ട് തന്നെ പോയി? പള്ളിയിലേക്ക് തന്നെ പോയി. കാരണം ഒരു മോമിന്റെ ശൈലി അതാണ്. നേരത്തെ നബിതങ്ങൾ പറഞ്ഞതാ, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്തുള്ളവർ ബാങ്ക് കേൾക്കുന്നവൻ എവിടെ വന്ന് നിസ്കരിക്കണം? പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. അവർ വിശ്വനാഥങ്ങളുടെ അനുയായികളല്ലേ, സഹാബത്തിന് ശേഷം വന്ന താബീങ്ങളല്ലേ, മഹത്തുക്കളല്ലേ, ഖൈറുൽ ഖുറൂനി ഖർനി ഫുമ്മൽ ലദീന യലൂനഹും എന്ന പ്രവാചകൻ പഠിപ്പിച്ചതാകുന്ന പ്രിയപ്പെട്ട അനുയായികളല്ലേ. അവർ ചെയ്യാതിരിക്കുമോ? അവർ പള്ളിയിൽ തന്നെ വന്നു നോക്കുമ്പോ ഫൈദൻ ഉൽഖത്ത് അബ്വാബുൽ മസാജിദി ബിൽ ബസറ. പട്ടണത്തിലുള്ള എല്ലാ പള്ളികളുടെ വാതിലുകളും കുറ്റിയിടപ്പെട്ടിട്ടുണ്ട്, അടച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. അദ്ദേഹം പറയാ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഒരുപാട് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ വീട്ടിലേക്ക് പോകും. നല്ല തണുപ്പുള്ള രാത്രിയാണ്. നല്ല രീതിയിൽ ഒന്നുകൊടുത്തു, നല്ല വൃത്തിയായി ഒന്നു ചെയ്തു. തണുപ്പാകുമ്പോ ഒന്നുകൂടി മടിച്ചിട്ട് അങ്ങനെയല്ല, നല്ല വൃത്തിക്ക് റാഹത്തായിട്ട് മുഖവും കൈയും കാലും ഒക്കെ കയറ്റി നല്ല വൃത്തിയായിട്ട് കഴുകി അഹ്സനൽ വുദൂ, നല്ല രീതിയിൽ ഒന്നു കൊടുത്തു. നിസ്കരിക്കാൻ വേണ്ടി മുസല്ല വിരിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ നിന്നു. തങ്ങളുടെ ഒരു വാക്ക് എന്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു. പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ് അന്ന സ്വലാത്തുൽ ജമാഅ أفضل من صلاة الفجر ب27 مرة. ഒറ്റയ്ക്കുള്ള നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയാണ് ജമാഅത്തുള്ള നമസ്കാരം. 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവൻ 27 തവണ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇമാമിനോടൊപ്പം നമസ്കരിച്ചാൽ കിട്ടുന്നത്. ഈ പാവപ്പെട്ട എനിക്ക് ഉമൈറിന് ജീവിതത്തിൽ ആദ്യമായി അത് നഷ്ടപ്പെട്ടു പോയല്ല അല്ലാഹ്. അതിന് സൽക്കാരത്തിന്റെ പേരിലാണ് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് എടുക്കാൻ പോയപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയത്. എന്നാലും അതിന്റെ ജമാഅത്തിന്റെ ശ്രേഷ്ഠത എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയല്ല അല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഫസല്ലൈതുൽ ഇശാ 27 മറ. 27 ഇരട്ടി പ്രതിഫലം എനിക്ക് കിട്ടാൻ വേണ്ടി ഇശാ നമസ്കാരം എന്ന 4 റക്അത്തിനെ 27 തവണ ഞാൻ ആവർത്തിച്ച് നിസ്കരിച്ചു. എത്ര റക്അത്തായി കാണും? 4 റക്അത്തുള്ള ഇശാ നമസ്കാരം എത്ര വട്ടം നിസ്കരിച്ചു? 27. 27 ഗുണം 4 എത്രയാണ്? 108 റക്അത്ത്. എത്ര റക്അത്താണ്? ഒന്ന് പറയും സഹോദരങ്ങൾ, എത്ര റക്അത്താണ്? നിങ്ങളെ കൊണ്ട് പറയിക്കുന്നതിനാണെന്നറിയോ?
10 റക്അത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഓടി ആറ്റിങ്ങൽ പോയിട്ട് തറാവി നിസ്കരിച്ച് വരുത്തിയിട്ട് കാണിക്കുന്ന കാട്ടായം കണ്ട ജീവിതത്തിൽ ഇവനെ തറാവി നിസ്കരിച്ചിട്ടുണ്ട്. 20 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ വലിയ സംഭവമാണ്. അതിന് വീട്ടിൽ നിന്ന് കൂടെ ഇറങ്ങുമ്പോഴേ തന്നെ ഒരു 10 ഈർക്കിലി എടുത്ത് 2 ചെവിയിലും വെച്ചോണ്ടാണ് വരുന്നത്. ഓടിച്ചോടിച്ചിട്ടാണ് മുസല്ലയിൽ തന്നെ ഓടിച്ചിട്ട് 2 റക്അത്ത് കഴിയുമ്പോൾ ഓടിച്ചവിടെ ഭയങ്കര സംഭവമായിട്ട് കാണിക്കാം. ഒരു 5 കുപ്പി വെള്ളവും കശത്തൊക്കെ വെച്ചോണ്ടാണ് വരുന്നത്. ഭയങ്കര ഒരു മുസല്ല എടുത്ത് കഴുത്തേ കൂടെ ഇട്ടേക്കുക, ഷാളുമായി വലിയ സംഭവമായിട്ട് വരിക. എന്താണ് ഈ കാണിക്കുന്നത്? 4 റക്അത്തുള്ള ഇശാ നമസ്കാരം ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടും? 108 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. മനസ്സിലായിക്കോ? അതും ഇതിന്റെ ഉടനെ മനസ്സിലായിക്കോ. ജമാഅത്തായി നിസ്കരിക്കാതെ ഒറ്റയ്ക്ക് നിസ്കരിച്ചവർ പുരുഷന്മാർ മനസ്സിലായിക്കോ, നിങ്ങൾക്ക് കിട്ടുന്ന എത്ര? 4 റക്അത്തേ ഉള്ളൂ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ. അത് ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ ഇന്നിപ്പോ ജമാഅത്തിൽ പങ്കെടുത്താൽ 108 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ഇതേപോലെ ഓരോന്നും ബഹുമാനപ്പെട്ടവർ പറയുന്നു, 27 തവണ നിസ്കരിച്ചാൽ കിട്ടുന്നതായ ആ ഒരു പദവി എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായതാ. അതുകൊണ്ട് ആ കടമൊന്ന് വീട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പറയുന്നു, 27 തവണ ആവർത്തിച്ച് 4 റക്അത്തുള്ള ഇശാ നമസ്കാരം ഞാൻ നിർവഹിച്ചു. നേരം വെളുക്കോളം നിസ്കരിക്കാൻ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ആ മുസല്ലയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. സ്വാഭാവിക നിസ്കാരം ഇത്രയും റക്അത്തില്ല, 108 റക്അത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കാരം ക്ഷീണമായി. അപ്പൊ അവിടെ ഇരുന്നിട്ട് ദുആയൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി. ചെറിയൊരു ഉറക്കം. രാത്രിയോടെ അടുത്ത് ഒരുപാട് നേരം. നമ്മുടെ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ. ഒരു അതിഥി വന്നാൽ വരാൻ കാത്തിരിക്കുക, നിസ്കരിക്കാൻ പള്ളിയോട്ട് പോകുമ്പോൾ ഒരു അതിഥി വന്നാൽ അപ്പൊ അത് വന്നിട്ട് ഇനി കുഴിമന്തി വാങ്ങിച്ചാൽ വേഗം നമ്മുടെ കൂടെ തന്നെ ഇരിക്കാം. ഇനി പള്ളിയിലൊന്നും പോകണ്ട, അപ്പൊ ഇനി പള്ളിയിലോട്ട് പറഞ്ഞു കൊടുത്തില്ല. അഥവാ പള്ളി പോണെന്ന് പറഞ്ഞാലോ അപ്പൊ മുഖത്ത് പോലില്ല. അപ്പൊ ലാസ്റ്റത്തെ ആ മന്തിയുടെ ലാസ്റ്റ് പീസ് വെച്ചോണ്ടോ അപ്പൊ പള്ളി ഇപ്പോണ്ടോ പള്ളി പോകുന്നതില്ല. മകനെ വേണേ പറഞ്ഞു എന്ന് വേണേ പറഞ്ഞു. അങ്ങനത്തെ സൈസ് വാപ്പന്മാരാണ്. അള്ളാഹു മുളക്കാക്കട്ടെ. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെയും കൂടി കൂട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ കൊണ്ടുപോകുന്ന എത്ര പേരുണ്ട്? ഈ മകൻ പിന്നീട് പള്ളിയിൽ പോവോ? ഇല്ല. ഇവിടെ ഭക്ഷണം ഉണ്ടല്ലോ, ഈ പതൊക്കെ കഴിച്ചിട്ട് അവിടെ സൈഡാകാം. അന്നത്തെ ഇശാ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതാണ് അധിക സ്ഥലത്തുള്ളത്. ഈ ഇശാ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. അതിന്റെ മഹത്വം ചിന്തിക്കുമോ? അന്ന് ഉറപ്പാ 4 റക്അത്ത് ഇശാ നിസ്കാരം ഒരു വിധത്തിലായിരിക്കും നിസ്കരിക്കുന്നത്. വല്ലിച്ചാവിൽ എങ്ങനെയെങ്കിലും തലയെ കുത്തി മറിഞ്ഞ് നിസ്കരിക്കരുത്. അതിന്റെ സുന്നത്തും ഉണ്ടാവൂല, ഷർത്തുകളും ഉണ്ടാവൂല, എല്ലാ ആദാബുകളും തെറ്റിച്ചിട്ടുണ്ടാവും. നമ്മുടെ ശൈലിയാണ് ഈ പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. കാരണം ഒരു മന്തിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ പിന്നെ ക്ഷീണം എവിടെയെങ്കിലും പതുങ്ങി കിടക്കുക, ഉള്ള നിസ്കാരം കൂടി ഇല്ലാതാവും. അള്ളാഹു കാക്കുമാറാവും. ബഹുമാനപ്പെട്ടവരെന്താ ഈ അതിഥി സൽക്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും 108 റക്അത്ത് ഇശാ നിസ്കരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, മുസല്ലയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. സ്വപ്നം കാണുക. താബികളിൽ പ്രമുഖനായ ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആ സ്വപ്നം കാണുകയാണ്, കഅന്നി അലാ ഫറസി മഅ ഖൗമിൻ വഹും അലാ അഫറാസിൻ. ഞാനൊരു കുതിരപ്പുറത്ത് കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് അതിശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നുണ്ട്. എന്നോടൊപ്പം ഇതാ യാത്രികരായ എന്റെ കൂട്ടുകാരുമുണ്ട്. എന്നോടൊപ്പം ജമാഅത്തുകൾ കൃത്യമായി പങ്കെടുത്ത് നമസ്കരിച്ചതായ കൂട്ടുകാര് അവരും കുതിരപ്പുറത്താണ്. ഞങ്ങളെല്ലാവരും മത്സരത്തിലാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ളതാകുന്ന മത്സരത്തിലാണ്. എങ്ങോട്ട്? യാത്രയാണ്. അപ്പോഴാണ് വിളിച്ചു പറയപ്പെടുന്നത്, സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണിത്. നിങ്ങൾ വേഗം കയറിക്കോ. ഞാൻ എന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചു നോക്കി. എനിക്ക് അവരോടൊപ്പം ചെന്ന് ചേരാൻ പറ്റുന്നില്ല. എനിക്ക് അവരോടൊപ്പം ചെന്ന് ചേരാൻ സാധിക്കുന്നില്ല. ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. ഞാൻ എന്റെ കുതിരയുടെ കടിഞ്ഞാണ് വീണ്ടും ചലിപ്പിക്കുകയാണ്. അപ്പോഴാണ് അവരിൽ നിന്ന് ഒരാൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞോക്കിയിട്ട് പറയുകയാണ്, യാ ഉമൈർ, അല്ലയോ ഉമൈറേ, ഇന്നക ലാ തസ്തദിഉ അൻ അൽഹഖ ബിനാ. ഇന്നക ലാ തസ്തദിഉ അൻ അൽഹഖ ബിനാ. നീ എത്ര ചലിപ്പിച്ചിട്ടും കാര്യമില്ല, നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ പറ്റൂല. ഈ കുതിരക്കടൽ ഇങ്ങനെ പിടിച്ചാലും
സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് ഞങ്ങളുടെ ഒപ്പം എത്താൻ പറ്റും, ഞങ്ങൾ ഇതാ കയറാൻ പോകണം, അവരെത്താറായിട്ടുണ്ട്, അങ്ങ് മുന്നേക്ക് ഇങ്ങനെ നല്ല സ്പീഡിൽ പോവാം. എന്റെ കൂടെ ആയിരുന്നു, പക്ഷെ മത്സരിച്ച് അവരെ മുന്നേറിക്കും, ഞാൻ മാത്രം ഒറ്റയ്ക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഭീമ എന്തുകൊണ്ട്? എന്റെ ഈ കുതിരയുണ്ടല്ല, കടിഞ്ഞാറുണ്ട്, ഞാനങ്ങ് വന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും ഇട്ട് ചലിപ്പിച്ചു നോക്കി. പക്ഷേ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും അവർ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവരെല്ലാവരും കൂടി പറഞ്ഞു, ഒന്നിച്ച് പറയാം, ഞങ്ങൾ ഇമാമിനോടൊപ്പം ജമാഅത്തായി, ഇമാമും ജമാഅത്തായി അവ്വൽ വഖത്തിൽ ഇശാ നമസ്കരിച്ചവരാണ്. ഈ ഇശാ നമസ്കാരം 4 റക്അത്ത് മടക്കി 27 തവണ ഒറ്റയ്ക്കാണ് നിസ്കരിച്ചിട്ടുള്ളത്. ജമാഅത്തായി നീ നിസ്കരിച്ചിട്ടില്ല. لأننا صلينا العشاء مع الجماعة وأنت لم تصلي العشاء مع الجماعة. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചവരാണ്, നീ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നിനക്ക് ഞങ്ങളോടൊപ്പം വന്ന് കേറാൻ സാധ്യമല്ല. ആരോടായി പറയുന്നത്? താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇശാ ജമാഅത്ത് മുടങ്ങുന്നത്. വേറെ കൂടെ കൂട്ടി നിസ്കരിക്കാൻ ആരും ഇല്ലാതെ പോയി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ 27 തവണയുടെ പ്രതിഫലം കിട്ടാൻ വേണ്ടി അദ്ദേഹം 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും അന്നത്തെ ഒരു സംഭവമാണ് ജമാഅത്ത് മുടങ്ങുന്നത്. പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചു, കാരണം ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ മഹത്വം അത് വളരെ വലുതാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടും, വൈകുമെന്നർത്ഥം. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ഇതേ കൂലി ഞങ്ങൾക്ക് വേണ്ട ഉസ്താദേ. സ്ത്രീകൾക്ക് ഒരു ആശങ്ക ഉണ്ടാവും, നിങ്ങൾ അവര് വക്കത്ത് നിസ്കരിച്ചാൽ മതി, ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കണം, അതാ നിങ്ങളുടെ പരിപാടി. ജുമായ്ക്ക് പള്ളി ജുമാ കഴിയട്ടെ, കാക്കങ്ങ് വരട്ടെ, ഉപ്പർക്ക് ബിരിയാണി കൊടുക്കട്ടെ, ചോറെല്ലാം കൊടുത്തതിന് ശേഷം രാത്രി നിസ്കരിക്കാം, ആ പരിപാടി വേണ്ട. നിങ്ങളുടെ മേലെ നിർബന്ധം ളുഹറാണ്. വേഗം ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചു. പള്ളിയിൽ നിന്ന് ഭർത്താവ് എത്തിയിട്ട് അദ്ദേഹത്തിന് ചോറ് കൊടുത്ത്, വാപ്പാക്ക് ചോറ് കൊടുത്ത്, ഇതിന്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുസല്ല വിരിക്കുമ്പോഴത്തേക്കും മണി 3:30 സാധാരണ മിക്ക സ്ത്രീകളും ളുഹർ നിസ്കരിക്കുന്നത് അസ്റിന് ബാങ്കുവിന് തൊട്ട് മുമ്പാണ്. അത് ശരിയാവുകയില്ല. നിസ്കാരം അങ്ങനെ മനഃപൂർവ്വം പിന്തിച്ചാൽ തന്നെ ആ നിസ്കാരത്തെ കൊണ്ട് നമുക്ക് അദാബാ. അല്ലാഹു ആക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറയുന്നില്ല, ആയത്തോതി പറയാൻ സമയമില്ല. എത്ര ആയത്ത് എത്ര ഹദീസ് വിഷയമായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നമസ്കാരത്തെ പാഴാക്കുന്നവരെ, നമസ്കാരത്തെ പാഴാക്കുന്നവരെ, ഐ അഖറുഹാ അൻ ഔഖാതിഹാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അദ്ദേഹം അതിന് അർത്ഥം പറയുകയാണ്, നിസ്കാരത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നല്ല അർത്ഥം, മറിച്ച് അതിന്റെ മഅന ഐ അഖറുഹാ അൻ ഔഖാതിഹാ. നമസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് ഭിന്നിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുസ്ലിമത്തുണ്ടോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ശിക്ഷ എന്തെന്നറിയുമോ? ഫസൗഫ യൽഖൂന ഗയ്യാ. നരകത്തിന്റെ ഒരു ചെരുവാണ് അല്ലാഹു അവർക്ക് സമ്മാനിക്കുക. ആർക്കാണ് ചെറുപ്പക്കാര, ആർക്കാണ് ചുള്ളിമാരോയിലുള്ള ഉമ്മ? നിസ്കാരത്തെ പിന്നിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. നിസ്കരിക്കാത്തവനല്ല ഈ പറയുന്നത്, അവന്റെ കാര്യം തന്നെ ചർച്ചയില്ല. പിന്നെ ആരുടെയാണ് ഈ പറയുന്നത്? നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തെ എപ്പോഴും പിന്നിക്കാൻ. ചില കച്ചവടക്കാരുണ്ട്, രാവിലെ സുബഹിക്ക് പള്ളി വരും, പിന്നെ ളുഹർ അസ്ർ മഗ്രിബ് ഇശായും കൂടെ വറ്റി അടിയ ജമ്മാക്കിയിട്ട് ഇശായിക്ക് തന്നെ പള്ളി തന്നെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ളുഹർ അസ്ർ മഗ്രിബ് ഇശാ എല്ലാം പാനക്കെട്ട് റാഹത്തിട്ട് ഉയർത്ത് കുടിച്ച് സെറ്റായിട്ട് പിന്നെ കുറെ ദിക്റൊക്കെ ചൊല്ലി ഭയങ്കര അവറാദൊക്കെ എടുത്തിട്ട് ഒരു പോക്കാ. ഒരു ഗുണമില്ല. ആരെ പിടിച്ചാൽ ഏറ്റ കയറാണ്. അല്ലാഹു ആക്കട്ടെ.
ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർ എങ്ങോട്ട് പോകും? ഒയ്യിലേക്ക് പോകും. എന്താ ഒയ്യ്? വാദിൻ ഫീ ജഹന്നം യഖഉ ഫീഹാ. തഫ്സീർ ജലാലിനി അടക്കം ഞാൻ ഈ പറഞ്ഞ വാക്യം കാണാം. നരകത്തിലെ ഒരു ചെരുവിനാണ് എന്ന് പറയുന്നത് ഒയ്യ്. നരകത്തിലേക്ക് അല്ലാഹു ഒരു ചെരുവ്. ആരെ? നിസ്കാരത്തെ പിന്തിക്കുന്നവർ. അല്ലാഹു കാക്കുമാറാവട്ടെ. സ്ത്രീകൾക്ക് മനസ്സിലായിക്കോ, ളുഹർ അസ്റിലേക്ക് ബന്ധിക്കുക, ബാങ്ക് വിളിക്കുന്നതിന് ഒട്ടും പോലെ ബന്ധിക്കും, മഗ്രിബ് ഇശായിലേക്ക് ബന്ധിക്കും, ഇശായിനെ സുബൈ വരെ ബന്ധിക്കും. പിന്നെ സമയമുണ്ടല്ലോ എന്ന് പറയാം. കുറച്ചുകൂടെ പോട്ടെ, വണ്ടി യാത്രയുടെ യാത്ര. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഅനാഹാ, ഈ പറഞ്ഞതിന്റെ അർത്ഥം നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കലാണ്. അല്ലാ യുസല്ലി അൽ-ളുഹറ ഹത്താ യഅതി അൽ-അസ്റ വഅല്ലാ യുസല്ലി അൽ-അസ്റ ഹത്താ യഅതി അൽ-മഗ്രിബ വഅല്ലാ യുസല്ലി അൽ-മഗ്രിബ ഹത്താ യഅതി അൽ-ഇശാ വഅല്ലാ യുസല്ലി അൽ-ഇശാ حتى يأتي الصبح وألا يصلي الصبح حتى يطلع الفجر. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി പറഞ്ഞതിന്റേതായ വിവക്ഷ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹുവ സയ്യിദു താബീൻ, താബീങ്ങളുടെ നേതാവാണ് അദ്ദേഹം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, നിസ്കാരത്തെ പിന്തിക്കലാണ് ഈ പറയുന്നത്. ളുഹറിനെ അസ്റത്താതെ നിസ്കരിക്കലില്ല, അസ്റിനെ മഗ്രിബ് ആവാതെ മുസല്ല വിരിക്കാറില്ല, മഗ്രിബിനെ ഇശാ ബാങ്ക് വിളിക്കുന്നവരെ പിന്തിക്കുകയാണ്, ഇശാഇനെ സുബ്ഹി വരെ പിന്തിക്കുകയാണ്. സുബ്ഹിയോ ഉദയത്തിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് ഇവർക്ക് അല്ലാഹു നൽകുന്നത്. വയ്യാണ്, നരകത്തിന്റെ ഒരു ഭാഗമാണെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഒരു ലാസ്റ്റ് പറയുന്ന ഒരു വാക്കുണ്ട്, മൻ മാത വഹുവ മുസ്റുൻ അലാ ഹാദിഹിൽ ഹാല. ആരെങ്കിലും ഈ രീതിയിൽ മരിച്ചാൽ, ളുഹർ അസ്റിലേക്ക് ബന്ധിച്ച്, അസ്ർ മഗ്രിബിലേക്ക് നിസ്കരിച്ച്, മഗ്രിബ് ഇശായിലേക്ക് ബന്ധിച്ച്, ഇങ്ങനെ ഒരു തർത്തീബിലാണ് പോകുന്നത് എങ്കിൽ വഅദഹു അല്ലാഹു ഗയ്യ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ത്? നരകത്തിന്റെ ചെരുവ് എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മഅകാകുമാറാവട്ടെ. അപ്പോൾ നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഈ പറയുന്നത്, അത് ചർച്ചയില്ല. നിസ്കരിക്കാത്തവന്റെ പേര് നരകത്തിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുമെന്ന് ഹദീസാണ് ഇതൊക്കെ, വെറുതെ പറഞ്ഞല്ല. قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദാ, ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവന്റെ പേര് നരകത്തിൻ്റെതാകുന്ന മണ്ണിൽ തന്നെ അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് നരകത്തിലേക്കാണ് നിന്നെ ഇടുന്നത്? സഖർ. അവന്റെ വാദിത്തെ തന്നെ നിന്റെ പേരുണ്ടാവും, രണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കാം. ഇനി ആരും കത്തൊന്നിടാൻ ചോദിക്കൊന്നും വേണ്ട, ഏത് പോസ്റ്റ്മാനും വന്ന് നോക്കാം. ആ രീതിക്ക് നരകത്തിന്റെ ഫ്രണ്ടിൽ നിന്റെ പേരുണ്ടാവും. അല്ലാഹു മഅകാകുമാറാവട്ടെ. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം കറക്റ്റ് ആയിക്കോ. മാസലക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. സ്വർഗാവകാശികൾ നരകാവകാശികളെ കാണുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഹാജിയാരെ നിങ്ങൾ ഈ നരകത്തിൽ കിടക്കുന്നത്? നിങ്ങൾ ചുള്ളിമാനൂരിൽ അറിയപ്പെട്ടതാകുന്ന ധനികനല്ലേ, ഉന്നത കുലത്തിലുള്ളവരല്ലേ, ഉന്നതമാകുന്ന തറവാട്ടിൽ വിരാജിച്ചവരല്ലേ, നാട്ടിൽ അറിയപ്പെടുന്നതാകുന്ന വ്യക്തിത്വമല്ലേ, നിങ്ങൾ അങ്ങനെയാണ് ഈ സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത് എന്ന് നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോ അവർ വിളിച്ചു പറയുന്ന രംഗം അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിസ്കാരം ഞങ്ങൾ 5 വഖത്ത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നില്ല, അതിനെ ഗൗനിച്ചിരുന്നില്ല. കല്യാണത്തിന്റെ പേര് പറഞ്ഞ്
സ്വറ പറഞ്ഞുകൊണ്ടും ഓരോ യാത്രകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും നിസ്കാരങ്ങളെ ഞങ്ങൾ ലാക്കാക്കിയിരുന്നവരാണ്, അതിനെ തമാശയായി കണ്ടിരുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ കിടക്കാൻ കാരണമെന്ന് ആ നരകാവകാശികൾ വിളിച്ചു പറയുമെന്നും വിശുദ്ധമായ ഖുർആൻ. വലം യകുനു തുഇമുൽ മിസ്കീൻ, പാവപ്പെട്ടതാകുന്ന ആളുകളെ റമദാനിലോ അല്ലാത്തപ്പോഴോ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല, നോമ്പുകാരും നോമ്പ് തുറപ്പിച്ചില്ല, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾ തയ്യാറായില്ല. വകുന്നാ നഖൂമു മഅൽ ഖായിദീൻ, ഞങ്ങൾ ഈ ദുനിയാവിൽ അടിച്ചുപൊളിയുടെ വാഹോടൊപ്പം കൂടി ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് ഭൗതിക ലോകത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് യാത്ര തിരിച്ചവരാണ്. വലിയ വീട് വെക്കുന്ന തിരക്കിലായിരുന്നു, വലിയ വാഹനം വാങ്ങുന്ന തിരക്കിലായിരുന്നു, വലിയതാകുന്ന ബൈക്ക് വാങ്ങി ആത്യാഡംബര ജീവിതം നയിക്കുന്നവരായിരുന്നു. മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് ഞങ്ങൾ ഡ്രസ് മാറ്റിയിരുന്നു, ഞങ്ങളുടെ ഷൂസുകൾ കാത്തിയിരുന്നു, ഞങ്ങൾ മനോഹരമാകുന്ന ഭക്ഷണം കഴിച്ച് അള്ളാനെ മറന്നുകൊണ്ട് നിസ്കരിക്കാതെ മുന്നോട്ട് പോയവരാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാലംബര കവലമാകാതെ, നിരാശരക്ക് ആശ്രയത്വമാകാതെ ഞങ്ങൾ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് മുന്നേറി ഹത്താ അതാരൽ യഖീൻ. ഈ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ ഞങ്ങളിതാ പിടിമുറുക്കിയത് ഞങ്ങൾ റൂഹിനെ കൊണ്ടുപോയാണ്. വലയുഅഖിറല്ലാഹു നഫ്സാ ഇദാ ജാഅ അജലുഹാ. റൂഹ് പിരിയുന്ന സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയില്ല. ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. റൂഹ് പിരിയുന്ന സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. ഞങ്ങളുടെ ആത്മാവിനെ ഭരപ്പെടുത്തി ഇതാ ഞങ്ങൾ ഇതാ മഹ്ശറിലേക്ക് കൊണ്ടെത്തിച്ചു. ഞങ്ങൾക്ക് നരകം നിർബന്ധമായി വിധിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ദുനിയാവിൽ നമസ്കരിക്കുന്നവരായിരുന്നില്ല. കള്ളു കുടിച്ചുകൊണ്ട്, വിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ ദർശിച്ചുകൊണ്ട്, റീൽസ് കളിച്ചുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരാണ്, കാതുകളെ കൊണ്ടുപോയവരാണ്, കൈകൾ കൊണ്ട് ഹറാമായതിലേക്ക് പിടിച്ചവരാണ്, കാലുകൾ കൊണ്ട് ഹറാമായതിലേക്ക് നടന്നവരാ. അള്ളാന്റെ പള്ളിയെ പരിഗണിച്ചില്ല, ദീനെ സഹായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ ഈ സഖർ എന്ന നരകത്തിൽ കാണുന്നത് എന്ന് നരകാവകാശികൾ സ്വർഗാവകാശികളോട് പറയുമെന്നും വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഒന്നാമതായി നിസ്കാരം ഗൗനിച്ചോ, നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിച്ചോ, എങ്കിൽ രക്ഷപ്പെടും. തഹജ്ജുദൊക്കെ പതിവാക്കി. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ചത് ആദ്യമായി ഏതാ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാ ഉള്ളത്? ഇടത്താഴം കഴിക്കാൻ എഴുന്നേക്കുന്നത് അതില്ല, കാരണം നോമ്പില്ലല്ലോ. ഫുഡ് വന്നെങ്കിൽ 2 ഓംലെറ്റ് പൊരിച്ചതിലേക്ക് രാവിലെ എഴുന്നേക്കും, എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും, ഇത്രയേ ഉള്ളൂ. അതില്ലാത്തതുകൊണ്ട് തഹജ്ജുദും ഇല്ല. ഉണ്ടോ? തഹജ്ജുദ് പതിവാക്കുന്നവർ എത്ര പേരുണ്ട്? പതിവാക്കുന്നവർ മുടക്കാതെ എഴുത്താൻ പറഞ്ഞാൽ പിന്നെ ഉള്ളവർ പോകും. അല്ലാഹുമ്മ സാലിഹ്യങ്ങൾ ചേർക്കണം. തഹജ്ജുദ് പോയി. പിന്നെന്താ ഉള്ളത്? തഹജ്ജുദിന്റെ സമയത്ത് ഇരുന്നിട്ട് ഒരു 100 ഇസ്തിഗ്ഫാർ ഉണ്ട്, അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അതില്ല, അത് നഷ്ടപ്പെട്ടു പോയി. സലാത്തുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയി. ഖുർആനോത്തുണ്ടോ? ഇന്ന ഖുർആനിൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിപത്രമാണ്. എത്ര പേര് ഓതുന്നുണ്ട്? ഖുർആനോത്തില്ല, സുബഹി തന്നെ ഇല്ല, കടന്നുറക്കാണ്. 3 മണി വരെ ഓൺലൈനിലുണ്ട് ഹാജിയാരി, പിന്നെ ഒരു ഒറ്റ ഉറക്കം. 8 മണിക്ക് എഴുന്നേറ്റ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ച എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുണ്ട് ഉസ്താദ്. എന്താ? സുബൈക്ക് ശേഷം ഞങ്ങളെല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങും. വാപ്പായും ഉമ്മായും മക്കളും കുടുംബവും റാഹത്തായിട്ട് നല്ല ബോധപ്പെട്ട് ഉറങ്ങാൻ ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് ഈ വർഷവും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ആശയത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അല്ലാഹു വളർത്താറട്ടെ. അതൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കി. വിത്തറില്ല, തറാവി പരിശുദ്ധമായ ഖുർആനോത്തിലെ വിത്തറില്ല. 3 റക്അത്ത് വിത്തർ നിസ്കരിച്ചിരുന്ന റമദാനിൽ അത് ഒഴിവാക്കി. ദുഹാ നിസ്കാരം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. ഫർളുകൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബൊക്കെ വളരെ ശ്രദ്ധിച്ച് നിസ്കരിച്ചിരുന്ന സഹോദരിമാരുണ്ട്, അത് ഒഴിവാക്കി. ഖുർആൻ ഓതലുണ്ട്, അത് ഒഴിവാക്കി. എല്ലാ നന്മയും കളഞ്ഞു.
ഈ രീതിയുമായിട്ട് റമദാനിലേക്ക് കടന്നാൽ രക്ഷപ്പെടൂല. നമ്മൾ ഇപ്പോഴേ തുടങ്ങണം, തഹജ്ജുദൊക്കെ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ രാത്രിയുള്ള നമസ്കാരത്തെ ശ്രദ്ധിക്കണേ. ജനങ്ങൾ മുഴുവൻ ഉറങ്ങി കിടക്കുമ്പോ നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള നിസ്കാരം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിചാരണയില്ലാതെ മഹ്ശറിൽ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ഒന്ന് ഉറങ്ങിയെന്ന് എഴുന്നേറ്റാൽ വലിയ ഉറക്കമൊന്നും വേണമെന്നില്ല, ചെറിയ രീതിക്കുള്ള ഉറക്കായാലും മതി. ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാൻ സാധിച്ചാൽ ഭയങ്കര റാഹത്താണ്. ഒന്നും വേണ്ട. ഇപ്പൊ സുബഹി വൈകിട്ടാണ്, ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്നവർ വരെ ഇപ്പൊ സുബഹി കിട്ടും, റാഹത്തായിട്ട് കിട്ടും, തഹജ്ജുദും കിട്ടും. 2 റക്അത്ത് നിസ്കരിക്കാൻ സുഗമമായി പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊന്ന് ശ്രദ്ധിച്ചു പോ. 2 റക്അത്ത് നിസ്കരിക്ക്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ ഖൈർ ബറകാത്തുകളും കിട്ടും. ജോലിയില്ല ഉസ്താദേ, ബിസിനസ്സില്ല, റാഹത്തില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല ഉയർന്നതാകുന്ന വിദ്യാഭ്യാസമുണ്ട്, ആ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ജോലിയില്ല എന്നൊക്കെ പറയുന്നവരെ 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കി നോക്കിയ ഉന്നത സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറഞ്ഞതല്ലേ, വമിനൽ ലൈൽ ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. രാത്രിയിൽ കുറഞ്ഞ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന് അവർ അർഹരാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ലേ. ഒരൊറ്റ രാത്രി പോലും നബി തങ്ങൾക്ക് തഹജ്ജുദ് മുടങ്ങിയിരുന്നില്ല. മരണം വരെ റസൂലുള്ള പതിവാക്കിയിരുന്ന അമലാണ് രാത്രിയുള്ള നമസ്കാരമെന്ന് അറിയണേ. ആഖിറത്തിൽ നബി തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനം ചെറുതല്ല, ചെറുതല്ല. ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര, ചുള്ളിമാനൂരുള്ള സഹോദര, സഹോദരി, നിന്റെ ജീവിത വിജയത്തിന് നിദാനമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം വേണോ, രാത്രിയുള്ള നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാദ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ, സൂറന്ന കാഹളത്തിലൂടെ ഒട്ടട്ടഹാസം കടന്നു വരുമ്പോ, ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്, മംബഅസനാ മിൻ മർഖദിനാ. ഈ നല്ല ഉറക്കിൽ നിന്ന് ഞങ്ങൾ ആരാണ് വിളിച്ചുണർത്തിയത്? നല്ല ഗാഢനിദ്രയിലായിരുന്നല്ലോ, ഞങ്ങൾ വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുകയാണ്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കളും
ലോകത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തുന്ന സമയത്ത് അവരെല്ലാവരും വിളിച്ചോതിയ ദിനമാണ് ഈ പരിശുദ്ധമായ സുദിനം. ഇത് മഹ്ശറയാണ്, മഹ്ശറയാണ്. നന്മതിന്മകൾ ദുനിയാവിൽ ചെയ്തവരെ അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ദിവസമാണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിന്റെ തിരുസവിധത്തിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണിത്. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ദിനമാണ്, ദിനമാണ്. ജനങ്ങൾ മുഴുവനും പടച്ചറപ്പിലേക്ക് ഓടിക്കൂടുകയാണ്. അമ്പിയാക്കൾ വരുകയാണ്. എല്ലാ അമ്പിയാക്കളും അതത് സമുദായത്തെയും വലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് എത്തുകയാണ്. 1,24,000 അമ്പിയാ മുർസലീങ്ങൾ ഇതാ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. സർവ്വ മലായികത്തുകളും കടന്നു വരുകയാണ്. യൗമ യഖൂമു വൽ മലായികതു സഫാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് എല്ലാവരും കടന്നു വരുകയാണ്. ലോകത്തുള്ള സർവ്വ മലായികത്തുകളും റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് സഫ് സഫായി അണിനിരക്കുന്ന ദിനമത്രേ. ഈ ലോകത്തുള്ളതാകുന്ന വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും ലിബറലിസത്തിന്റെ വക്താക്കളും കഴിഞ്ഞുപോയ ജനതയും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, നബിയേ തറാ കുല്ല ഉമ്മത്തിൻ ജാഫിയാ, മുട്ടിൽ കെട്ടി വിറങ്ങലിച്ചുകൊണ്ടാണ് തങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്തിൽ ആ വിളിയാളം കേൾക്കുകയാണ്. നാദാ മുനാദി, മലക്ക് മുഖേന അല്ലാഹു വിളിക്കുകയാണ്. അയ്നല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ടും റബ്ബ് ശിക്ഷ നൽകുമെന്നുള്ള ഭയത്തോടുകൂടിയും രാത്രിയിലുള്ളതായ നമസ്കാരത്തെ ഗൗനിച്ചുകൊണ്ട് ലോകം മുഴുവനും ഉറങ്ങുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിച്ചതായ മുസ്ലിമുണ്ടോ? ചുള്ളിമാനൂരുള്ള ഉമ്മയുണ്ടോ? വാപ്പയുണ്ടോ? ചെറുപ്പക്കാരനുണ്ടോ? തഹജ്ജുദ് പതിവാക്കിയവരെ കടന്നു വരുക. കോടാന് 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 കോടി ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് നിൽക്കുന്നതായ ഘട്ടത്തിൽ ചില കൈകളിതാ ഉയരുകയാണ്. അല്ലാഹു റസൂല് പറയുകയാണ്, അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവരെ ഒന്ന് മാറ്റി നിർത്താൻ പറയുകയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകം അവരെ സെപ്പറേറ്റായി അല്ലാഹു വേർതിരിച്ച് നിർത്തണേ. എന്നിട്ട് അല്ലാഹു മലക്കുകൾ മുഖേന അവരോട് പറയുകയാണ്, ഉദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഈ മഹ്ശറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാടുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഈ വലിയതാകുന്ന മഹ്ശറിയുടെ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ നിൽക്കേണ്ടതില്ല കേട്ടോ. ഉദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പടച്ചറപ്പിന്റെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഹിസാബിൽ നിൽക്കുമ്പോ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന വിഭാഗമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചുള്ളിമാനൂരുള്ള എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹത്തോടുകൂടി കുമ്മന മുസാഫിർ ഉറപ്പെടുത്താനുള്ളത്, നമസ്കാരം ചിട്ടവെക്കണേ. പ്രത്യേകിച്ച് ഫർളുകൾ ശ്രദ്ധിക്കണേ. അതിന്റെ റവാത്തിബ് സുന്നത്തുകളാകുന്നതായ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബുകളെ ഗൗനിക്കണേ. രാത്രിയുള്ള തഹജ്ജുദ് ഒന്ന് ശ്രദ്ധിക്കണേ. സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം.
പകൽ മുഴുവനും ഉറക്കിലായിരിക്കുമോ ഉറക്കമൊഴിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറായോ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓൺലൈനിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് സംഭാവന നൽകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇന്നത്തെ ഈ പള്ളിയിലേക്കാണ് കൊടുക്കേണ്ടത്. കാരണം നാളെ വേറെ സ്ഥലത്തുണ്ടാവും, അപ്പോൾ അവിടെ വേറെ നമ്പരാവും, നാളത്തെ നമ്പറിലേക്ക് മാറിപ്പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിലുള്ളതാകെ നമ്മുടെ സഹോദര സഹോദരിമാരൊക്കെ ഇന്ന് കാര്യമായി ഇൻഷാ അല്ലാഹ് സഹകരിക്കും. അതിനകത്ത് കാണിച്ചോളൂ, പള്ളിയിൽ കാണട്ടെ. ഓൺലൈനിലുള്ളവർ ലൈവ് നമ്മുടെ തിരിച്ച് പള്ളിയൊക്കെ ഒന്ന് കാണട്ടെ. അല്ലാഹു തൗഫീഖ്. 1.25 കോടി രൂപ ചെലവ് മുടക്കിയിട്ട് മാഷാ അല്ലാഹ് വലിയൊരു പള്ളി ചുള്ളിമാനൂർ ടൗണിൽ മാഷാ അല്ലാഹ് റാഹത്തായിട്ട് പണിതിരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. അതിന് സഹായിച്ചവരെ സഹകരിച്ചവരൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു കബൂലാക്കട്ടെ. വീട്ടിലില്ല ചുരുക്കമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിച്ചു. നിസ്കാരമാണ് ഏറ്റവും മർമ്മപ്രധാനം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പൊ റജബിൽ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം. അവിടെ മുതലാണ് തുടങ്ങേണ്ടത്. റജബിൽ ആദ്യം തുടങ്ങേണ്ടതാ നിസ്കാരമാണ്. റജബ് കഴിഞ്ഞ് ശഅബാൻ കഴിഞ്ഞ് റമദാനിലേക്ക് കാലെടുക്കാൻ പോകണം. ശഅബാനിലോ ഹൃദയം നന്നാക്കണം. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു ശഫീഉനാ റസൂലുള്ളാഹി. ഹൃദയം നന്നാക്കിയട്ടെ ഒരടിമയുടെ ഈമാൻ നേരെയാവും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു. നമ്മുടെ കൽബ് ശുദ്ധിയാകണമെങ്കിൽ, കൽബ് നന്നായെങ്കിൽ മാത്രമേ എന്ത് ശരിയാവുള്ളൂ? ഈമാൻ റെഡിയാവുള്ളൂ. കൽബ് ശരിയാവണം. അല്ലാതെ റമദാനൊന്നും പോയിക്കിട്ടുന്ന ഒരു കാര്യമില്ല. റമദാൻ മുന്നിലെത്തി, നാളെ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ്. ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഹൃദയം നമുക്കുണ്ടോ? ഒരാളോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, പക പാടില്ല, അസൂയ പാടില്ല, ഒരാളോട് ദേഷ്യമില്ല, ശത്രുതയില്ല. അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരണം. അപ്പോഴാണ് കൽബ് ശരിയാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്ന ഫിൽ ജസദി മുളഗത. തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. ആ മാംസപിണ്ഡം ശരിയായാൽ ശരീരത്തെ എല്ലാ അവയവങ്ങളും നന്നാവുകയാണ്. അതെങ്ങാണ് മോശമായാൽ ശരീരത്തിലെ സർവ്വ അവയവവും നാശമാണ്. അലാ, അറിയണേ അറിയണേ സഹോദര സഹോദരി, വഹിയൽ ഖൽബു. ഞാൻ ഈ പറഞ്ഞാകുന്ന മാംസപിണ്ഡം അത് ഏതെന്നറിയോ? അത് ഹൃദയമാണ്. ഹൃദയമാണ്. അത് നന്നായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും നന്നാകുമേ. അതെങ്ങാണ് മോശമായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കേടാകുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഹൃദയം നന്നാവാതെ ഒരിക്കലും കടക്കൂല. റമദാനിലേക്ക് കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണല്ലോ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത വിഭാഗത്തെ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുഅ്മിനായ ഒരു മനുഷ്യനോട് പടക്കം വെച്ചവന് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവില്ല. അല്ലാഹു മുബറക്കാക്കട്ടെ. പടക്കം വെച്ച് എന്നിട്ട് പിന്നെ റമദാനിൽ ഭയങ്കര കാര്യമായിട്ട് നോമ്പ് തുറന്നെടുത്താണ്. ഭയങ്കര കാര്യമായിട്ട് നോമ്പ് പിടിക്കുക, പള്ളിക്കകത്ത് ഇത്തിക്കാഫിരിക്കുകയാണ്, തൗബാക്കുളത്തിനകത്ത് കൈയിട്ടിരിക്കുക. ഒരു ഗുണം ഉണ്ടാവില്ല. അല്ലാഹു മുബറക്കാക്കട്ടെ. ആരുമായി പിണക്കമുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ എല്ലാവരോടും സ്നേഹം, ആരോടും വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈര്യമില്ല. അങ്ങനത്തെ ഒരു ഹൃദയത്തോടു കൂടി പരിശുദ്ധമായ റമദാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ രക്ഷപ്പെടുകയുള്ളൂ. ബറാഅത്തിന്റെ രാവ് ശ്രേഷ്ഠമായ രാവാണ്. 15 രാവുകൾ വർഷത്തിലുണ്ട്. ദുആഇന് ഇജാബത്താണ്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു എണ്ണി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എണ്ണി 5 രാത്രികൾ ദുആഇന് ഇജാബത്താണ് വർഷത്തിൽ. അതിൽപ്പെട്ടതാ ബറാഅത്ത് രാവ്. കഴിഞ്ഞുപോയി. അതിനും പറഞ്ഞു, ആ രാത്രിയിൽ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരില്ല. എല്ലാ കരുണയുള്ള ശ്രേഷ്ഠതയുള്ള രാത്രിയിലും അതിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവർ, കള്ളു കുടിച്ചുകൊണ്ട് മെരുങ്ങി നടക്കുന്നവർ, ഇവരൊന്നും ഒരിക്കലും ചെയ്യൂല. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവർ, ഇവർക്കൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി കൊണ്ട് ഗുണം ചെയ്യൂല. അതൊക്കെ ഒഴിവാക്കണം. അതുകൊണ്ട് റമദാൻ ഉപയോഗപ്പെടണോ? റമദാനിന് മുമ്പ് നല്ല തൗബ ചെയ്തിട്ട് റമദാനെ സ്വീകരിച്ചു. തൗബ ചെയ്യുമ്പോൾ അതിന് നിബന്ധനയിൽപ്പെട്ടതാണല്ലോ ജനങ്ങളുമായിട്ടുള്ള ഹക്കടപാടുകൾ. അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിക്കുക. സാമ്പത്തികമാണെങ്കിൽ കൊടുത്തുവിട്ട്, ഇനി അതിൽ എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാം.
അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പടച്ചറബിനോട് പാമോചനത്തിന് അർത്ഥിക്കുക. അള്ളാഹു കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടുപോയി, കൈകൾ കൊണ്ട് ഹറാമ് പിടിച്ചുപോയി, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി, എന്റെ ഹൃദയം കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു പോയി, എന്റെ വിരലുകൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് പോയി. റമദാൻ വരികയാണ്, എനിക്ക് പുറത്തു തരണേ റഹ്മാൻ, അള്ളാഹുവിനേക്ക് പൊറുക്കലിനെ തേട്, ഇസ്തിഗ്ഫാർ തേട്. അതിന് ഏറ്റവും വലിയ സമയം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ഒരു 100 എണ്ണം എല്ലാ ദിവസവും ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇടയത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ സ്വർഗീയമാകുന്ന ഉദ്യാനം അല്ലാഹുർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി നിസ്കാരം ഗൗനിക്കണം, ഹൃദയത്തെ നന്നാക്കണം. എങ്ങനെ? ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ ഉസ്താദ്, ഇനി എങ്ങനെ നന്നാക്കും? ഖുർആൻ ഓതണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദു. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ ജിനാഉഹ. ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ പിടിച്ചാൽ അതിനെ മാറ്റാനുള്ള മാർഗം എന്താണ്? ഇരുമ്പിന് തുരുമ്പ് വന്നാൽ മാറ്റാൻ ഞങ്ങൾക്ക് അറിയാം. ഈ ഹൃദയത്തിന് കറ വന്നാൽ, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അവനെ കറുത്ത പുള്ളിയായിട്ട് അവശേഷിക്കുന്ന ഹദീസിലുണ്ടല്ലോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുഖ്തതൻ സൗദാ. ഒരൊറ്റ തെറ്റ് ചെയ്താൽ തന്നെ ഒരു കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ അവശേഷിക്കുന്നതാണ്. നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ എത്രയാണ്? ഹൃദയം അതുകൊണ്ടാണ് കടുകട്ടിയായിട്ടിരിക്കുക, കറുത്തിരണ്ടിരിക്കുക. ആരോട് കരുണയില്ല, എല്ലാവരോടും വിദ്വേഷം, വെറുപ്പ്, വൈര്യം, മനസ്സിനൊരു ലാളിത്യ സ്വഭാവമില്ല, വിനയമില്ല. കാരണം ഹൃദയത്തിന് അത്രയേറെ കറുപ്പായിരിക്കുകയാണ്. ഇത് റെഡിയാക്കാൻ എന്ത് വേണം? വിശ്രമാഹുലേശ്വരങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ കൊണ്ട് പറ്റും. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ മരിക്കും എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടായാൽ ഹൃദയം നന്നാവും, അമലുകൾ റെഡിയാവും, ആരോട് വെറുപ്പുണ്ടാവില്ല. നാളെ സുബൈക്ക് മരിക്കാൻ നിൽക്കുന്നവൻ ആരോടെ വിദ്വേഷം? എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഇത് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ് അയൽവാസികമായി അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ ഇപ്പോഴും വഴക്കടിച്ച് നടക്കുന്നത്, ഇപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നത്, സ്നേഹമില്ലായ്മ ഉണ്ടാകുന്നത്, മക്കളെ ആട്ടി ഓടിക്കുന്നത്, മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നത്, കുടുംബബന്ധം വിച്ഛേദിക്കുന്നത്, സ്വന്തം കുടുംബങ്ങളെ അറുകുല നടത്തുന്നത് നാളെയുടെ ലോകത്തെ പറ്റി ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു ആക്കുമാറാവട്ടെ. അതില്ലാത്തത് കൊണ്ടാണ്. അത് ഉണ്ടായാൽ ഇതൊക്കെ റെഡിയാവും. ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണ. രണ്ടാമത്തതോ വതിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്താൽ ഹൃദയം നന്നാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദയം നന്നായാൽ ശഅബാൻ കൊണ്ട് നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ശരീരത്തെ സുഖം ചെയ്ത് ഹൃദയത്തെ തെളിച്ചിട്ട് വേണം എങ്ങോട്ട് കടക്കാൻ? റമദാനിലേക്ക് കടക്കാൻ. നമ്മൾ ഇത് 2 ചെയ്തിട്ടില്ല, എല്ലാം കൂടി ഒരുമിച്ച് നാളെ തുടങ്ങാനിരിക്കുക. നിസ്കാരം തുടങ്ങണം, ഹൃദയത്തെ തെളിക്കാൻ ഖുർആനോത്ത് തുടങ്ങണം. ഇത് 2 കൂടി ഒരുമിച്ച് റമദാനിലിട്ട് ഇതുകൂടെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ റെഡിയാവണം എന്നർത്ഥം. നേരത്തെ നമ്മൾ റെഡിയാവണം. ഈ ശുദ്ധീകരണം നടത്തിയെങ്കിൽ മാത്രമേ റമദാനിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ വീട് പരിസരം വൃത്തിയാക്കി, പള്ളിയിൽ റെഡിയാക്കി, സെറ്റാക്കി നേരെ കൊണ്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡിയാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. ബന്ധങ്ങളൊക്കെ പരിപൂർണമായി ചേർക്കണം. ആരെങ്കിലും പെട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഏതെങ്കിലും ഒരാളുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾ ദുആഇന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ പോലും വല്ലാഹി ആ മജ്‌ലിസിൽ പോലും കാരുണ്യത്തിന്റെ മലക്കുണ്ടാവില്ല. ആണ് വിഷയം. നമ്മൾ 27 വന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മാമായിട്ട് പണക്കാണ്, നിങ്ങളുടെ ഒച്ചാപ്പായിട്ട് പണക്കാണ്, മുത്താപ്പായിട്ട് പണക്കാണ്, വാപ്പായിട്ട് പണക്കാണ്, ഉമ്മായിട്ട് വേണ്ടിയിട്ട് കുറെ നാളായി, സഹോദരിയായിട്ട് പണക്കിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പള്ളിക്കകത്തിരുന്നാൽ ആ ഇരിക്കുന്നതായ സാലിഹീങ്ങളായ പാവപ്പെട്ടവരുടെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു ആക്കട്ടെ. കാരണം നീ ഒറ്റയൊരുത്തൻ കാരണം. ഹദീസിൽ സംഭവം ധാരാളമുണ്ട്, ഇനിയിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നബിതങ്ങൾ എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട് തന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നവരെ. ആരെങ്കിലും ഈ സദസ്സിൽ സ്വന്തം കുടുംബത്തോട് പിണക്കം വെച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം, ഈ സദസ്സിൽ എഴുന്നേൽക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതേ രീതി തന്നെ സ്വഹാബത്തും ശീലിച്ചിട്ടുണ്ട്. ദുആഇന്റെ മജ്‌ലിസ്, പ്രാർത്ഥനാ സദസ്സിൽ ദുആഇന് ഇജാബത്ത് കിട്ടണമെങ്കിൽ അവർ മാറണമെന്നാ. മാറിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി അദാബ, ഒന്നും കിട്ടില്ല എത്ര ചോദിച്ചാലും.
കാരണം കാരുണ്യത്തിന്റെ മലക്കുകൾ ഉണ്ടാവൂല. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദുആഇന് എങ്ങനെ ഇജാബത്തുണ്ടാകും സഹോദരങ്ങളെ? കാരണം എല്ലാവരും വാശിപ്പുറത്താണ്. അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയട്ടെ, ഞാൻ അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അങ്ങോട്ട് പോയി ആദ്യം സലാം പറയണം. കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ആളുകളുണ്ട്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് നബി മുസ്തഫ പറയുന്നത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് നബി മുസ്തഫ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തന്നാണ് തുഹഫയിലുള്ളത്. കാണുമ്പോ തരാം അസ്സലാമു അലൈക്കും, ഇതാവുന്നില്ല തിരിഞ്ഞിരിക്കുക, അവനിനി ഇങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും പറയട്ടെ, നമ്മൾ കാണാത്തോടെ നിൽക്കാം. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങോട്ട് പോയി സലാം പറയാം. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ആ പിണക്കം തീർക്കുന്നവനാരോ അവന് സ്വർഗം വാജിബായി നിർബന്ധമായെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാൾ സലാം പറയൽ സുന്നത്ത്, മടക്കലോ നിർബന്ധമാണ്. ഒരു സലാം പറഞ്ഞാൽ പിന്നെ മടക്കിയേക്കണം. വലൈക്കും അസ്സലാം, അതിനൊന്നും മടിച്ചിരിക്കണ്ട. എത്ര പണക്കമാണോ ചിലര് സലാം പറഞ്ഞാൽ പോലും ഒരു പണക്കം ഒന്നുകൂടെ കാണിക്കാം. ഒന്നും ഒരു ഗുണമില്ല. ഇതൊക്കെ ദുന്യാവാ സഹോദരങ്ങളെ. ഇതൊക്കെ സെക്കൻഡിനുള്ളിൽ തീരും. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. 18 കോടി രൂപ വില വരുന്നതാകുന്ന ഇഞ്ചക്ഷനുകളാണ് ഇവിടെ ഓരോ രോഗത്തിന് വേണ്ടി. ഒറ്റ ഇഞ്ചക്ഷന് വരെയാ പറയുന്നത് 18 കോടി രൂപ. എത്ര കുട്ടികൾക്ക് അങ്ങനെ എടുത്തു? ജനങ്ങളെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പിരിച്ച് അവസാനം കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും കുട്ടികൾ മരണപ്പെട്ടു പോയി. 18 കോടി രൂപ ലാഭസായിട്ട് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകാൻ. കോവിഡ് വന്നപ്പോ നമുക്ക് എന്തായിരുന്നു? വീടിനകത്തകത്തിലിരിക്കല്ലേ. ഒരു ചെറിയ പനി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ കച്ചവടമില്ല, ബിസിനസ് ഇല്ല, പള്ളിയില്ല, പള്ളിക്കാരില്ല, മെഹ്റാബില്ല, മിമ്പറില്ല, ഉസ്താദില്ല, മോദിനില്ല, എല്ലാ സുഖങ്ങളും തീർന്നപ്പോൾ നമുക്കിപ്പോ അഹങ്കാരാണ്. വീണ്ടും വീണ്ടും അഹങ്കാരം കൂടുകയാണ്. അന്ന് വളരെ ഐക്യത്തോടുകൂടി ജീവിച്ചവർ ഇന്ന് അനേകമുണ്ടാക്കുന്നു. സമുദായത്തിൽ മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. പരസ്പര സ്നേഹമില്ല, സൗഹാർദ്ദമില്ല, സന്തോഷകരമാകുന്ന ജീവിതമില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല. മുമ്പുണ്ടായിരുന്നതാകുന്ന സ്നേഹരാണുകൾക്കൊക്കെ കുറവ് വന്നുപോയി. വിദ്വേഷമാണ് മനസ്സിലെപ്പോൾ. പകയുമായി നടക്കണം. എല്ലാവരുടെ വെറുപ്പാണ്. ചെറിയ മക്കൾക്ക് തന്നെ വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശത്രുക്കൾ, ഇന്ന ആൾക്കാരെ ശത്രുക്കളെന്ന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം. അവനോട് മിണ്ടല്ലേ, അവൻ നമ്മുടെ ശത്രുവാണ്. ഇവനോട് മിണ്ടല്ലേ, അവൻ നമ്മുടെ ശത്രുവാണ്. കൊച്ചാപ്പാണ്, അവൻ നമ്മളെ കണ്ടെടുത്ത കണ്ടൂടെ. അവൻ അങ്ങനെ പണ്ട് ചെയ്തതാണ്. പണ്ടത്തെ കാര്യം മുഴുവൻ പറഞ്ഞ് മക്കളെ ഉടക്കാക്കി കൊടുക്കും. ഇവരുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം വെറുപ്പും വിദ്വേഷവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ പുതിയ തലമുറ സമ്മാനിക്കുന്നത്. അതുകൊണ്ടല്ലേ മക്കളൊക്കെ പിഴച്ചു പോകുന്നത്. ദുനിയാവിന്റെ ആളുകളായി പോവാണ്. കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിക്കാൻ. ഞാൻ നിർത്തുന്നു, 5 മിനിറ്റ് കൊണ്ട് ചുരുക്കാൻ. 52.36 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം ലഹരി മുക്തമാകുന്ന ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ചെലവഴിച്ചത് സർക്കാർ. 52.36 കോടി രൂപ. 12,364 പേരാണ് അവിടെ പഠിതാക്കളായി ചേർന്നത്. ഇതൊന്നും മാറ്റാൻ വേണ്ടി, ലഹരി മുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ലഹരിയുള്ള ആളുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എത്ര പേർ? 12,364 പേര്. എന്നിട്ട് എത്ര പേർക്ക് മാറി? അതിന് കണക്കില്ല. സർക്കാർ പറയുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു 10,000-ലധികം വിദ്യാർത്ഥികളും അല്ലാത്തവരുണ്ട് സിന്തറ്റിക് ലഹരിയുടെ വാഹനത്തിലായി. സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ രാസലഹരി, MDMA, LSD പോലെയുള്ളതാകുന്ന മാരകമാകുന്ന രാസലഹരികൾ ഉപയോഗിക്കുന്നതാണ്. കള്ളൊക്കെ പോയി സഹോദരങ്ങൾ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. കള്ളു കുടിക്കുന്ന പരിപാടിയൊക്കെ പോയി. ഇപ്പൊ കുട്ടികളെ സിറിഞ്ചടിക്കുക, ഇങ്ങനത്തെ പരിപാടിയാണ്. MDMA, നാക്കിനടിയിലേക്ക് ചെറിയ പഞ്ചസാര തരി പോലെയുള്ള സാധനം വെച്ചാൽ മതി. 16 മണിക്കൂർ വരെ അതിന്റെ ഉന്മാദം നിൽക്കും. ആ ലഹരിയുടെ രസാനുഭൂതി നിൽക്കും. 48 മണിക്കൂറിനുള്ളിൽ അവന്റെ രക്തത്തിലേക്ക് അത് അലിഞ്ഞിട്ട് അവൻ അതിനെ അഡിക്റ്റായി മാറും. 48 മണിക്കൂറിനുള്ളിൽ ഈ സാധനം വീണ്ടും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യും, ആരെയും ചെയ്യും. സ്വന്തം വാപ്പായെ തല്ലിക്കൊല്ലും, ഉമ്മായ വേണമെങ്കിൽ എടുത്ത് കലക്കും, എന്തും ചെയ്യും. ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടില്ലേ, ആ തള്ള ചത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ തള്ള അവര് പറയുന്നത് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ കട്ടിൽ നിന്ന് വീണതാ. ഭർത്താവ് വന്നിട്ട് ചോദിക്കുന്നു, ഷെമി നിനക്കെന്ത് പറ്റി? അപ്പോഴും പറയുന്നു ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. കാരണം എന്റെ ഭർത്താവ് പോലും അറിയരുത് എന്റെ മകന്റെ ഇത്തരത്തിലുള്ള ദുസ്വഭാവം എന്ന് ആ ഉമ്മ ലോകത്തോട് വിളിച്ചത്. ഒരു ഭാഗത്ത് ഉമ്മയുടേതാകുന്ന സ്നേഹവാത്സല്യം, ഇതെല്ലാ ഉമ്മമാർക്കും ഉണ്ട്.
ഇവിടെ ഇരിക്കുന്നതാകുന്ന ഉമ്മമാര്, ചുലുമാനൂരുള്ള ഉമ്മമാരൊന്നും ഇതിൽ വ്യത്യസ്തമല്ല. വാപ്പയെ എപ്പോഴും തല്ലാൻ പിടിക്കുമ്പോഴും മക്കളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്റെ ചിറകിനടിയിൽ തള്ളക്കൂടി കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നത് പോലെ ഉമ്മമാരാണ് എപ്പോഴും സംരക്ഷണം കൊടുക്കുക. പക്ഷെ ഈ സംരക്ഷണം ചില സമയങ്ങളിൽ നിങ്ങൾക്കെതിരാകും. ഈ ഉമ്മ അറിയുന്നില്ല, അവരിന് പുറത്തിറങ്ങിയിട്ട് അവരുടെ അസുഖമൊക്കെ മാറിയിട്ട് വരുമ്പോൾ പറയാണ് നിങ്ങളുടെ ഇളയ മകനെ തല്ലിക്കൊന്നു ഇവൻ എന്ന് പറയുമ്പോൾ അവസരം. അതുപോലെ ഭർത്താവിന്റെ ഉമ്മയെ കൊന്നു, പ്രായം ചെന്നതാകുന്ന 190 വയസ്സുള്ളതാകുന്ന ഉമ്മ അവരെ കൊന്നു, ജ്യേഷ്ഠനെ കൊന്നു, അതുപോലെ തന്നെ അവരുടേതാകുന്ന ഭാര്യയെ കൊന്നു. ഇതൊക്കെ നികൃഷ്ടമായ രീതിയിൽ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അത് ഞാൻ പറഞ്ഞ ലാളന കൂടാൻ പാടില്ല. നമ്മളിത് മക്കൾക്ക് ദീനില്ല, നിസ്കാരമില്ല, ഇബാദത്തില്ല, ഇതൊന്നും കൊടുക്കുന്നില്ല. ആകെ നമ്മൾ റമദാന് മക്കളോട് പള്ളി പോകണമെന്ന് പറയുന്നത് എപ്പോഴാണ്? 17 27 ഇല്ലെങ്കിൽ പള്ളിയിൽ എപ്പോഴെങ്കിലും വല്ല പൊതി ഉണ്ടെന്ന് അറിയണം. അവരുടെ പൊതിയുണ്ട്, പള്ളി വേണം കേട്ടോ, കാരണം ഇവന്റെ പൊതി കിട്ടിയിടണം അപ്പച്ചമ്പി കയറ്റി ആവിയാക്കി പാപ്പാക്ക് 3 നേരം കൂടെ അടിക്കാൻ. അതാണ് ഇവനെ പറഞ്ഞു വിടുക. 17 27 മുമ്പ് എങ്ങനെയെങ്കിലും പള്ളി പറഞ്ഞു പള്ളി പറച്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഈമാനം തത്വം. പാപ്പ പള്ളി പോകുമ്പോ കൂടെ മകനെ കൂടി കൂട്ട്, ഉമ്മ തറാവീഹ് നിസ്കരിക്കുമ്പോ മകളെ കൂടി ചേർത്ത് നിസ്കരിക്ക്, അവ്വൽ വഖത്തിൽ നിസ്കരിക്ക്. എത്ര റാഹത്തുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക, നിങ്ങൾ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. അയ്യുഹല്ലദീന ആമനൂ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഉറപ്പെടുത്തുകയാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായേക്കാം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കുള്ള ശത്രുക്കളാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഫഹദറൂഹും, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണേ, അവരുടെ ഒന്ന് ഗൗരവമായി ശ്രദ്ധിക്കണേ. മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, എത്ര മണിക്കാണ് പോകുന്നത്, ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത്, എവിടേക്കാണ് വരുന്നത്? ഇപ്പൊ ആ പ്രണയമുള്ളതാകുന്ന പെൺകുട്ടി ഫർസാന എന്ന് പറയുന്ന സഹോദരി പോയത് തന്നെ ട്യൂഷന് പോകാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അറിയിക്കണം നിങ്ങൾ. എന്നിട്ട് എവിടെ പോയി? കാമുകന്റെ വീട്ടിലാണ് പോയത്. അവസാനം വീട്ടിൽ അവിടെ ട്യൂഷൻ കഴിഞ്ഞ് വരുമെന്നും വീട്ടിൽ തിരിച്ചെത്തിയതാകുന്ന ഉമ്മാക്കും പാപ്പാക്കും അവരുടെ ബോഡിയാണ് കൊണ്ടുവരുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡിയെ വീട്ടിലേക്ക് എത്തുന്നു. ആലോചിച്ചു നോക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഫോട്ടോസൊക്കെ മീഡിയക്കാർ പറയുന്നത് അതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത്രയേറെ വികൃതമാക്കിയിരുന്നു മുഖമെന്നാണ്. കുട്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ആംബുലൻസിന്റെ ഉദ്യോഗസ്ഥർ അവർ പറയുന്നു ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ബുള്ളറ്റ് നിറച്ചാണെന്ന് തോന്നുകയാണ്. അതുപോലെ വലിയ അഗാധമാകുന്ന കുഴിയായിരുന്നു. നല്ല ചുറ്റി കൊണ്ട് അടിച്ചിട്ട് നെറ്റി പൊട്ടിച്ചിരിക്കുക, ഈ ആകൃതിയിൽ തലയൊക്കെ പൊട്ടിച്ചിരിക്കുക. ആലോചിച്ചു നോക്കും, എന്താണെന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങൾ. നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞതാണ് നിങ്ങളുടെ ശത്രുക്കളാകും നാളെ മഹ്ശറിലെത്തുമ്പോ നിങ്ങൾക്ക് എതിരായിട്ട് ഈ മക്കൾ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പറയും അള്ളാഹു എനിക്ക് ദീൻ നൽകിയിട്ടില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, മദ്രസയിലേക്ക് വിട്ടിട്ടില്ല, നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ഓതാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഒരു വഖത്ത് പോലും നമസ്കരിക്കാൻ വാപ്പ ഞങ്ങൾക്ക് ശാസ്ത്രം നൽകിയിട്ടില്ല, ഉമ്മ ഞങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളോട് ചേർന്നുകൊണ്ട് ഉമ്മ നിസ്കരിക്കാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അവർ സീരിയലിന്റെ ലോകത്തായിരുന്നു, അവർ റീൽസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ ഖുർആൻ ഓതുന്ന ആളുകളായിരുന്നില്ല. നാളെ അള്ളാന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് എതിരിൽ മക്കൾ പറയും. ഖുർആനാണ് ഈ പറഞ്ഞത്, എന്റെ വാക്കല്ല. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ فأضلونا السبيلا ربنا آتهم ضعفين من العذاب ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ മക്കൾ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ ഞങ്ങളെ വഴിപിഴപ്പിച്ചവർ ഇവരാണ് അല്ലാഹ്,
ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ഞങ്ങളുടെ നേതൃത്വമായിരുന്നു, ഞങ്ങളുടെ നേതാക്കളായിരുന്നു. സിനിമ കാണാൻ പ്രോത്സാഹിപ്പിച്ചത് ഇവരാണ്. ഫാമിലി തിയേറ്ററിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഫാമിലി പടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മോശപ്പെട്ട പടങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയവരാണ്. ഗെയിമിന്റെ ലോകത്തേക്ക് വിഹരിക്കാൻ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് നൽകി സംവിധാനിച്ചതും ഇവർ തന്നെയാണ്. ഞങ്ങളെ വഴിപിഴപ്പിച്ചത് ഇവരാണ്. അതുകൊണ്ട് റബ്ബന ആതിഹിം ളഫൈനി മിനൽ അദാബ്, നിന്റെ കഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകി ഇവരെ നീ പ്രയാസപ്പെടുത്തണേ അല്ലാഹ്. ഇവർക്കാണ് ഇരട്ടി ശിക്ഷ കൊടുക്കേണ്ടത്, എന്നെ നീ പ്രയാസപ്പെടുത്തരുത് അല്ലാഹ്. വൽഅൻഹും ലഅനൻ കബീറാ, ഇവരെയാണ് നീ ശപിക്കേണ്ടത് അല്ലാഹ്. ശാപവാക്ക് ചൊരിയേണ്ടത് ഇവരെയാണ്. ഇവർ നന്മയുടെ വഴിത്താരയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല അല്ലാഹ്. റബ്ബനാ അരിനല്ലദീന അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. നാളെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് ഇത്തരത്തിലുള്ളതാകുന്ന മക്കളെ അല്ലാഹു വലിച്ചെറിയുമ്പോ ദുനിയാവിൽ മാതാപിതാക്കൾ അവഗണിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും അവരെ ശകാരിക്കുകയും മോശപ്പെട്ട സിനിമകൾ കാണുകയും അശ്ലീല ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുകയും ചെയ്യുന്ന മക്കളില്ലേ? നമസ്കാരമില്ലാത്തവരാണ്, റമദാനിൽ നോമ്പോലും നോക്കാത്തവരാണ്, സകാത്ത് കൊടുക്കാത്തവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പാത്തവരാണ്, നിരാലംബർക്ക് അവലംബമാകാത്തവരാണ്, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാത്തവരാണ്, അടിച്ചുപൊളി ജീവിതയുടെ വക്താക്കളാണ്, ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ മാതാപിതാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മക്കൾ അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ പടച്ചറപ്പേ, ഞങ്ങൾക്ക് നൽകുന്ന ഈ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എന്റെ വാപ്പയെ എന്റെ ഉമ്മയെ നീ ഇടണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. അവരെ ഞങ്ങളെ കാൽച്ചു വെട്ടിയിട്ടുകൊണ്ട് ഒന്ന് ചവിട്ടിയിട്ട് അവരുടെ മുതുകത്ത് കയറുന്ന ഞങ്ങൾ ഈ നരകത്തിന്റെ ചൂടിൽ നിന്ന് ആശ്വാസം കൊള്ളട്ടെ അല്ലാഹ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് മക്കളെ പറയുന്ന രംഗമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അന്ന് ഒരാളുടെയും ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. ഈ ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് സ്വർഗമാണ്, തിന്മ ചെയ്തവർക്ക് നരകമാണ്. അതുകൊണ്ട് ചുള്ളിമാനൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരാ, മനോഹരമാകുന്ന ഒരു ടൗണിൽ സുന്ദരമാകുന്ന രീതിയിൽ അല്ലാഹു ഒരു പള്ളിയെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പള്ളിയെ ഖുർആനോത്തുകൊണ്ട്, ദിക്റുകൾ കൊണ്ട്, നിസ്കാരങ്ങൾ കൊണ്ട്, ഔറാദുകൾ കൊണ്ട് ധന്യമാക്കണേ. ഈ പള്ളിയിൽ മുഴങ്ങുന്ന ബാങ്കുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ പ്രാർത്ഥിക്കണേ. ഹറാമായ തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാതെ നിങ്ങൾ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. പുണ്യമായ റമദാനിന് വേണ്ടി ശരീരത്തെ സുഖം ചെയ്ത് അഥവാ നമസ്കാരത്തെ ക്രിയാത്മകമാക്കി ഹൃദയത്തെ നന്നാക്കുകയും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് റമദാനിലേക്ക് കടക്കണേ. ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന. സ്വർഗ്ഗം അലങ്കരിച്ചിട്ട് ആ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നിടുന്നതായ ദിവസമാണ്. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു കൊട്ടിയടയ്ക്കുകയാണ്. പിശാചുക്കളെ ചങ്ങലക്കിടുന്നതായ മാസമാണ്. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളിലേക്ക് പാറിക്കളിക്കാൻ ലക്ഷ്യമിടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, റമദാൻ നിനക്ക് സ്വാഗതമാണ്. ഒരു നന്മ ചെയ്താൽ ഒരു ഫർദിന്റെ പ്രതിഫലമാണ്. ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ 70 ഫർദുകളുടെ പ്രതിഫലമാണ്. ലൈലത്തുൽ ഖദ്ർ
അനുഗ്രഹീതമായ മാസമാണ്, ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ. പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ആഖിറത്തിലേക്ക് എത്തിപ്പെടാൻ, ദുനിയാവിൽ വിജയിക്കാനുള്ള മാർഗമാണ് റമദാൻ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ. കാരുണ്യത്തിന്റെ പത്തുള്ള റമദാൻ, മഗ്ഫിറത്തിന്റെ പത്തുള്ളതാകുന്ന റമദാൻ, നരകീയ മോചനത്തിന്റെ ദിനരാത്രങ്ങൾ നൽകി അല്ലാഹു ആദരിച്ച മാസമാണ് വിശുദ്ധമായ റമദാൻ. അതുകൊണ്ടല്ലേ ഓരോ സത്യവിശ്വാസികളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമദാൻ ഉതഖാഅതു ലഖാ വഖുലസാഅ വഉമനാഅ മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എല്ലാ ദിവസവും കോടി ആളുകൾ നരകത്തിൽ നിന്ന് മോചനപത്രം കൊടുത്ത് അവരുടെ പിരടിയെ മോചിപ്പിച്ച് അവർക്ക് നിർഭയത്വം കൊടുക്കുന്നതായ അല്ലാഹ്, ഇജഅൽനാ മിൻ ഉതഖായിക വതുലഖായിക വഖുലസായിക വഉമനായിക മിനന്നാർ. ആ നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടിയ, പിരടിയെ മോചിപ്പിച്ച, നിർഭയത്വം കിട്ടിയതായ സാധുക്കളിൽ പാപികളായ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഉൾപ്പെടുത്തണേ അല്ലാഹ്. നരകീയ മോചനം നേടിയെടുക്കേണ്ട മാസം അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അതിനുവേണ്ടി ഉപയുക്തമായി മാറ്റിക്കോ, നമ്മുടെ കൽബ് അതിനുവേണ്ടി മാറ്റിവെച്ചോ. ഒരാളോട് വിദ്വേഷം വെറുപ്പും വേണ്ട, എല്ലാവരുടെ നല്ല സ്നേഹവും സൗഹാർദ്ദവുമായി ജീവിക്കാം. ആരുടെങ്കിലും പണക്കമുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ എത്രയും വേഗം, അതിനെന്ന് പറഞ്ഞാൽ എത്രയും വേഗം തന്നെ അർത്ഥം അവരെ കണ്ട് പൊരുത്തപ്പെടിക്കുക. അതിനൊന്നും ഒരു മടിയും വേണ്ട. കാരണം ഈ റമദാനെങ്കിലും നമുക്ക് വിജയിച്ചെടുക്കണം. വയസ്സ് 30, 40, 50, 60 ഒക്കെ കഴിഞ്ഞു. താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചു. ഈ ഒരു റമദാൻ നമുക്ക് കിട്ടിയാൽ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടു. സഹാബത്ത് അതുകൊണ്ട് തന്നെ 6 മാസം മുമ്പ് തന്നെ റമദാൻ എത്താൻ ദുആ ചെയ്തിരുന്നു സഹാബത്ത്. റമദാൻ കഴിഞ്ഞാലോ പിന്നീടുള്ള 6 മാസം റമദാനിൽ ചെയ്ത നന്മകൾ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തിരുന്നു. വീണ്ടും അടുത്ത 6 മാസം മുമ്പ് തന്നെ വീണ്ടും തുടങ്ങും, അല്ലാഹു റമദാൻ എത്തിക്കണേ, റമദാൻ എത്തിക്കണേ. അങ്ങനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടിരുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മുടെ മുന്നിലെത്തി. അതുകൊണ്ടാണ് മലക്ക് വിളിച്ചു പറയുന്നത്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അല്ലയോ ഖൈർ തേടുന്നവരെ കടന്നുവാ, കടന്നുവാ. വയാ ബാഗിയ ശർരി, ശർരിന്റെ വാഹകരെ അക്സിർ, നിങ്ങളുടെ ഈ തെറ്റുകളൊക്കെ ഒന്ന് കുറയ്ക്ക്, എല്ലാം ഒഴിവാക്ക്, നന്മയിലേക്ക് കടന്നുവാ. നന്മ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസം, ഏറ്റവും നല്ല സുഹൃതങ്ങളുടെ മാസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ബന്ധങ്ങളെ ചേർത്ത്, അയൽപക്ക ബന്ധങ്ങളെ, സമൂഹ ബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെച്ച് പുണ്യമായ റമദാനിൽ നോമ്പ് തുറ സൽക്കാരങ്ങളിലൊക്കെ നടത്തി സാധുക്കളായ ആളുകളെ സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലൈസ കുല്ലുനാ മാ നജിദു ലിനുഫത്തിറ സായിം, നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊന്നും ഞങ്ങളുടെ കൈവശമില്ല എന്ന് നബി തങ്ങളോട് പരിഭവം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യുവത്തില്ലാഹു ഹാദ സവാബ, നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് പിടിച്ചതാകുന്ന ആളുകളുടെ അതേ തത്തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവനും അല്ലാഹു കൊടുക്കും. മാത്രമല്ല പാപമോചനം കൊടുക്കും, നരകീയ മോചനം കൊടുക്കും എന്നൊക്കെ നബി തങ്ങൾ വാഴ് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ആശങ്കപ്പെട്ടുകൊണ്ട് സഹാബത്ത് പറഞ്ഞു, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നബി തങ്ങൾ പറഞ്ഞു, ഈ പ്രതിഫലം വേണോ? യുഅതില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ ബിതംറത്തിൻ ഔ ബിശർബത്തി മിമ്മാ, ഒരു കവിൾത്തടം വെള്ളം കൊടുത്താലും ഒരൊറ്റ കാരയ്ക്ക് കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും അവനും ഈ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളികളിലൊക്കെ ഈത്തപ്പഴം, കാരക്ക അല്ലെങ്കിൽ നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ ഒരു 10 വീട്ടിലും ഒരു 10 പാക്കറ്റെങ്കിലും ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുത്ത്, ചെറിയ അരക്കിലോടെ പാക്കറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതില്ല. എല്ലാവർക്കും അത് കഴിയും. അതിലൊക്കെ ഉന്നതമായ പ്രതിഫലമാണ്, വലിയ വലിയ പ്രതിഫലമാണ്. ജമാഅത്തായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ പള്ളി എന്ന് പറഞ്ഞാൽ ടൗൺ കേന്ദ്രീകൃതമാണ്. ഒരുപാട് ആളുകൾ ഉദ്ഘാടനം വഴി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് നോമ്പ് തുറക്കൊക്കെ വേണ്ടി വലിയ തിരക്കുണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന പള്ളികൾ, മുസാഫിരികൾ അധികരിക്കുന്നതാകുന്ന പള്ളികൾ, ജുമാഅത്ത് പള്ളികളിലൊക്കെ നോമ്പ് തുറപ്പിച്ച് ആ വിഷയങ്ങളിലൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ആത്മീയമായ നിലയിൽ എല്ലാവരും ഐക്യവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന സമുന്നതരായ ഉസ്താദുമാരുടെ നേതൃത്വം അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. അതിനാകുന്ന കടക്കൽ അബ്ദുൽ റഷീദ് ഉസ്താദിന്റെ സമുന്നതരായ ഉസ്താദുമാരുടെ നേതൃത്വം നമുക്കുണ്ട്. ആ നേതൃത്വങ്ങളെ മാനിച്ച് മസലകളൊക്കെ അവരോട് ചോദിച്ച് ദീനിയായ കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ അമൽ ചെയ്ത് മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നമ്മുടെ ഈ നാടിന്റെ ഐക്യം, ഈ സ്നേഹബന്ധം, ഈ കൂട്ടായ്മ അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഒരുപാട് ആളുകളുടെ വലിയതാകുന്ന താല്പര്യവും വലിയതാകുന്ന ഇഷ്ടവും അൽഹംദുലില്ലാഹ് അതിന്റെ പൂർത്തീകരണമാണ്. ഒരു സ്ഥലം പോലും
ഒഴിവാകാതെ എല്ലാം വളരെ റാഹത്തായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ പണി പോയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഇതിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷം എല്ലാ ഭാഗവും എല്ലാ അരിവും മൂലയും ഓരോ വിഷയങ്ങൾക്കും സ്ത്രീകൾക്കുള്ള നിസ്കാരം മൂലം വരെ ഞാൻ അവിടെ എൻ്റെ വാഷ്റൂം പോലെ കണ്ടു. ഇതിപ്പോ അവിടെ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയേറെ അൽഹംദുലില്ലാഹ് എല്ലാ സ്ഥലങ്ങളും പരിമിതമായ ആ സ്ഥലങ്ങൾ ഉള്ളതെല്ലാം ഉപയോഗപ്പെടുത്തി വളരെ വിശാലമായ നിലയിൽ പള്ളി ഇന്ത്യയിലൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മളതിനെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഉപകരിക്കുന്ന ഒരു മജ്‌ലിസ് അള്ളാഹു കബൂലാക്കട്ടെ. റമദാന്റെ മുന്നൊരുക്കം എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ അതിന് തയ്യാറെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സുബഹിക്ക് ശേഷം വിനീതനോടൊപ്പം റോഹെ ബയാൻ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന, യൂട്യൂബിലൂടെ ലൈവായി മജ്‌ലിസിൽ ഭാഗമാക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അതുകൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ.